പ്രാർത്ഥിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. യേശുവേ ആരാധന, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാൻ പോകുന്നത് ജീവിത ഞെരുക്കങ്ങളിൽപ്പെട്ട് വിഷമിക്കുന്നവർക്ക് വേണ്ടിയാണ്. എല്ലാ ഉടമ്പടി ധ്യാനത്തിലും എപ്പോഴും രോഗസൗഖ്യ പ്രാർത്ഥനയും ജീവിത ദുരിതങ്ങൾക്ക് എതിരെയുള്ള ദൈവിക ശാസന പ്രാർത്ഥനയുണ്ടാവും. അമ്മ മാതാവിൻ്റെ മധ്യസ്ഥമുള്ള കാരണം ആ സമയത്ത് അനേകം മക്കളെ ഏറ്റവും അവിടെ സൗഖ്യപ്പെടുകയും ചെയ്യുന്ന സമയമാണ്. ഇപ്പോഴും നമ്മൾ തകർന്നുപോയ കുടുംബങ്ങൾ ഓർക്കുന്നു. ഇപ്പോൾ കർത്താവ് കുറച്ച് മുമ്പ് ഒരു താഴ് കാണിച്ചു തരും. അതായത് എപ്പോഴും നഷ്ടപ്പെട്ടു പോയ വരുമാന മാർഗങ്ങൾ, അതാണ് പൂട്ടപ്പെട്ട താഴ്. അതൊരു മെസ്സേജാണ്, ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു മെസ്സേജാണ്. പ്രാർത്ഥിക്കുക മാത്രമേ അത് വരത്തുള്ളൂ, അല്ല വെറുതെ ഞാൻ ഇരിക്കുമ്പോൾ വരത്തില്ല. ആൾക്കാരെ വന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോഴായിരിക്കും സ്തുതിക്കുമ്പോൾ കർത്താവ് പൂട്ടപ്പെട്ട താഴ് കാണിക്കുന്നത്. ചിലപ്പോൾ ഞണ്ട് കാണിക്കും, ചിലപ്പോൾ നക്ഷത്രം കാണിക്കും. അത് അടയാളമാണ്. എനിക്ക് 36 കൊല്ലം ഈ മെസ്സേജിനെക്കുറിച്ച് വ്യക്തതയുണ്ട്. കാര്യം ആ ദിവസങ്ങളിലെല്ലാം ആൾക്കാർ പിന്നീട് സാക്ഷ്യം പറയണത് കേൾക്കാം. ഇപ്പോൾ എന്നെ താഴെ കാണിച്ചിരിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്കിത് തീർന്നോ, ഇനി മുന്നോട്ടില്ല, ഇത് ക്ലോസ് ചെയ്യാം, ഈ ഫയൽ ക്ലോസ് ചെയ്യാം. ചിലപ്പോൾ നിങ്ങളുടെ ഉപരിപഠനമായിരിക്കും, നിങ്ങൾ തോറ്റത് കാരണം, അല്ലെങ്കിൽ നിങ്ങളുടെ യോഗ്യതാ പരീക്ഷയായിരിക്കും, MOH ഹാദ് അങ്ങനെയുള്ള പരീക്ഷകളായിരിക്കും. അത് നിങ്ങൾ ബ്ലോക്ക് ചെയ്യുക, ഇനി എഴുതണ്ട, ലാസ്റ്റ് എഴുത്താണെന്ന് വിചാരിക്കണേ. ഇങ്ങനെ അതാണ് പൂട്ടപ്പെട്ട താഴെന്ന് പറയണത്. ഇപ്പോൾ ചിലപ്പോൾ കച്ചവടം കോവിഡ് വന്നതോടുകൂടി നിങ്ങളുടെ എല്ലാ കച്ചവടവും പൂട്ടിപ്പോയി കാണാം. ചിലപ്പോൾ റബ്ബറിൻ്റെ ബിസിനസ്സാകാം, ചിലപ്പോൾ മത്സ്യ കച്ചവടമാകാം, ചിലപ്പോൾ ചെറുകിട വ്യാപാരമാകാം, ചിലപ്പോൾ ഹോൾസെയിലാകാം. വാട്ടർ മീത ബിസിനസ് അത് ക്ലോസ് ചെയ്തിരിക്കുകയായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ പറ്റിച്ചതാകാം. ചിലപ്പോൾ അതിൻ്റെ പേരിൽ കേസ് കിടക്കണ കാരണം നിങ്ങൾക്ക് തുറക്കാൻ പറ്റാത്തതാകാം. ചിലപ്പോൾ സർക്കാർ റിസീവറിലാകാം. വാട്ട് ബി ദ സിറ്റുവേഷൻ, കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കാൻ പോകുന്നു. ശ്രുതിക്കട്ടെ, 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 അതിശക്തമായ ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിലെ, സഭയുടെ അധികാരത്തിലെ, അടയാളത്തിലെ, ദൈവത്തിൻ്റെ. അപ്പോൾ എൻ്റെ മക്കളെ ഈശോൻ്റെ അടുത്ത് വരുമ്പോഴേ എന്താണ് ഇപ്പോൾ പരിശുദ്ധാത്മ പറയണത്? ഒരു ഫയലും ക്ലോസ് ചെയ്തിട്ടില്ല. യേശുവിൻ്റെ അടുത്ത് വരുമ്പോഴേ ഒരു വാതിലും അടഞ്ഞിട്ടില്ല. അഥവാ അടഞ്ഞു പോയ വാതിലുകളെ ഈ ആരാധനയിൽ അവൻ നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരും. അപ്പോൾ നിങ്ങൾ പിരിയാൻ തീരുമാനിച്ചു. ചിലപ്പോൾ മ്യൂച്വൽ ആയിട്ട് ചില കോടതി ഒപ്പിട്ട് കൊടുത്തായിരിക്കാം. പക്ഷെ നിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഇത്രയും എത്തേണ്ട കാര്യമില്ലായിരുന്നോ, ഇതൊക്കെ ഇങ്ങനെ ചുമ്മാ വാശിപ്പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിപ്പോയതാണ്, പക്ഷെ ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഇതിനേക്കാൾ വലിയ ഒരു പുലിമാരണത്തിനാണ് കല്യാണം കഴിക്കാൻ പോകണമെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അതിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞുങ്ങളായിരിക്കും അതിൻ്റെ ജീവൻ എടുക്കാൻ പോകണമെന്ന് എങ്ങനെ അറിയാൻ പറ്റും? വി ഡോണ്ട് നോ. അപ്പോൾ പലപ്പോഴൊക്കെ അപ്പോഴപ്പോഴോ വൈകാരികമായുള്ള സിറ്റുവേഷനിലെ നമ്മൾ ദൈവത്തിൻ്റെ മനസ്സിന് പറ്റാത്ത തീരുമാനം എടുക്കുമ്പോഴേ നമുക്ക് ഒറ്റയ്ക്ക് ചില സമയത്ത് പ്രയാസം ഉണ്ടാകും. എങ്ങനെയെങ്കിലും ഇതൊന്ന് സെറ്റായാൽ മതിയായിരുന്നു. വിവാഹത്തിൻ്റെ വിഷയമായാലും ശരി, മക്കളില്ലാത്ത അവസ്ഥയായാലും ശരി, പല കാര്യങ്ങൾക്ക് പരദൂഷണം കേൾക്കുന്ന അവസ്ഥയായാലും ശരി, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ മുഖം നഷ്ടപ്പെട്ട അവസ്ഥയായാലും ശരി, വാട്ടെവർ മേ ബി ദ കേസ്, കർത്താവ് നിന്നെ സംരക്ഷിക്കാൻ പോകുന്നു. നീ സ്തുതിക്കട്ടെ, കർത്താവ് നിന്നെ ശ്രദ്ധിക്കാൻ പോകുന്നു. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിള്ളേർക്കുണ്ടാകുന്ന അസുഖങ്ങളെക്കുറിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ചിലപ്പോൾ ഗർഭധിശിശുവായിരിക്കാം. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അത് ആന്തരിക പല അവയവങ്ങളും വളരണില്ല,
വേണ്ടത്ര ദുഃഖമില്ല. ചിലപ്പോൾ അത് എക്സ്ട്രാക്ട് ചെയ്ത് കളയാം, അബോർട്ട് ചെയ്ത് കളയാൻ വേണ്ടി ചിലപ്പോൾ നിനക്ക് നിർദ്ദേശം കിട്ടിയ വ്യക്തിയാകാം ഈ ധ്യാനം കൂടുന്നത്. ആ സമയത്തെല്ലാം നീ ഉദരത്തിലെ അച്ഛൻ എന്ത് പറഞ്ഞാലും എൻ്റെ മകള് ആ ശരീരത്തിൻ്റെ ആ ഭാഗങ്ങൾ കൈവച്ച് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം. കർത്താവ് നിന്നെ അടിപ്പിണർ പോലെ സൗഖ്യപ്പെടുത്തും. ഇത് കൃപാസനമാണ്. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇതുപോലെ 10,000-ങ്ങളെ സുഖപ്പെടുത്തിയ ഒരു വിശുദ്ധമായ മണ്ണിലാണ് നീ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അഥവാ ഓൺലൈൻ ധ്യാനം കൂടുന്നവരാണെങ്കിൽ ആ ധ്യാനകേന്ദ്രത്തിൽ നിന്നാണ്, ആൾത്താറയിൽ നിന്ന് അമ്മ പ്രത്യക്ഷപ്പെട്ട അതേ സ്ഥലത്താണ്. എനിക്ക് 1 മീറ്റർ പുറകിലാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത് 2004. അപ്പം അത്രയും അടുത്ത് നിന്നുകൊണ്ടാണ് ഈ ധ്യാനം നയിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നീ ദൈവസാന്നിധ്യ ബോധം ഉണ്ടാകണം. നിൻ്റെ മക്കളെക്കുറിച്ച് വേദനിക്കുന്നവരുണ്ടാവും, അവരുടെ പഠനത്തെക്കുറിച്ച് വേദനിക്കുന്നവരുണ്ടാവും, അവരുടെ അവരുടെ സ്വഭാവത്തിൻ്റെ ശൈഥില്യങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നവരുണ്ടാവും. ചിലപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ മക്കളും, ചില വഴിയില്ലാത്തവർ, വീടില്ലാത്തവർ, വെള്ളമില്ലാത്തവർ, ഇങ്ങനെ എത്രയോ പ്രശ്നങ്ങളാണ് ഈ ദിവസങ്ങൾ പുതുതായിട്ട് റേസ് ചെയ്യണത്. അതായത് വെള്ളത്തിൻ്റെ പ്രശ്നം വർഷങ്ങളായിട്ടുള്ള പ്രശ്നമാകാം. എല്ലാ മാർച്ച് മാസവും ഏപ്രിൽ മാസവും വരുമ്പോഴേ കുടിവെള്ളം കിട്ടത്തില്ല, മഴ പെയ്യുമായിരിക്കും, പക്ഷേ കിണറ്റുകൊണ്ട് ജീവിക്കുന്നവർക്ക് അതിന് വെള്ളമില്ല. ആ മേഖലയെല്ലാം സമർപ്പിക്കപ്പെടേണ്ട വിഷയമാണ്. അവിടെ എല്ലാം ശാശ്വത പരിഹാരമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ മാതാവിൻ്റെ ഈ ഉടമ്പടി ധ്യാനത്തിൻ്റെ പ്രശ്നം 10,000-കണക്കിനാണ് ആൾക്കാർ ഉടമ്പടി ചെയ്തിരിക്കുന്നത് ദൈവവുമായിട്ട്. അവർ അതിനേക്കാൾ നല്ല ചൈതന്യത്തോടെ ജീവിക്കുന്നവരുണ്ട്. അവരുടെ എല്ലാ സുഹൃത്തുക്കളുടെ ആസ്തി എന്ന് പറഞ്ഞ ഉടമ്പടിയുടെ ശക്തിയാണ്. വിചാരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കൃപാസനത്തിൻ്റെ അമ്മ സഞ്ചാരി മാതാവാണ്. ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടിയുടെ വാഗ്ദാനമാണ്. 33:14-16 വാഗ്ദാനമാണ്. ഉടമ്പടി എടുക്കുന്ന എല്ലാവർക്കും ഉള്ള ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. പുറപ്പാട് 33:14 ഐ വിൽ കം വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ വരും. അതുകൊണ്ട് ഇത് നമ്മളിവിടെ ചെയ്യുന്ന മരിയൻ ഉടമ്പടിയാണ്. മരിയൻ ഉടമ്പടി മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ചെയ്യുന്ന ഉടമ്പടിയാണ്, യേശുവിനോട് ചെയ്യുന്ന ഉടമ്പടിയാണ്. അതുകൊണ്ട് തന്നെ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥത്തിലും മാതൃകയും ചെയ്യുന്ന ഉടമ്പടി. അമ്മ മാതാവിൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് നിൻ്റെ സഞ്ചാരങ്ങളെ സമർപ്പിക്കണം. കാര്യം നിൻ്റെ കൂടെ സഹസഞ്ചാരിയായിട്ടാണ് മാതാവ് പലർക്കും ഇപ്പോഴ് പ്രത്യക്ഷപ്പെടുകയും സാന്നിധ്യം നൽകുകയും ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങളുടെ സഞ്ചാരങ്ങളില്ലേ, ഇപ്പോൾ നിങ്ങൾ ബാങ്കിലേക്ക് പോവുകയാണ്, അത് സഞ്ചാരമാണല്ലേ. ലോൺ എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായി, ഇന്നിട്ടുണ്ട് സാക്ഷ്യം. എന്താ സംഭവിച്ചാൽ അവർക്ക് വീടില്ലാതെ ഇരിക്കുന്ന സമയത്ത്, ഇവിടെ ആരാധന കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് അവളെക്കുറിച്ച് പറയും കർത്താവ് എന്നിലൂടെ. ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കും ഇത് എൻ്റെ കാര്യമല്ലാന്ന്, പക്ഷേ ഇത് ആരുടെയൊക്കെ കാര്യമാണ്. ആരൊക്കെ ഇത് കേട്ടിട്ട് ഇരുന്ന് കരയുന്നുണ്ടാവും, കർത്താവിൻ്റെ കാര്യം പറഞ്ഞല്ലോ എന്ന് ഓർത്തിട്ട്. എന്ത് സംഭവിച്ചില്ല, അവർക്ക് അപ്പം തന്നെ ബാങ്കിൽ നിന്ന് ഓൺലൈനിൽ തന്നെ ധ്യാനം കൂടുന്ന സമയത്ത് തന്നെയാണ് അവരുടെ ഫോണിൽ മെസ്സേജ് വരണത്. അപ്പോൾ അത്രയും സ്പീഡായിട്ടാണ് വരണത്. ഇപ്പം നിങ്ങളുടെ സഞ്ചാരങ്ങളെല്ലാം സമർപ്പിക്കണം. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി പോയിട്ട് വിത്ത് ഹെൽഡായിട്ടുള്ള നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് വിത്ത് ഹെൽഡായിപ്പോയി. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോകണം. എവിടെയാണ് വിത്ത് ഹെൽഡായി പോയിരിക്കുന്നത് അവിടെ പോകണം. ആ സഞ്ചാരം ഉടമ്പടി സമർപ്പിക്കേണ്ടതാണ്. മാതാവ് നിങ്ങളുടെ കൂടെ ഉടമ്പടി പ്രകാരം അതിൻ്റെ വാഗ്ദാനം അനുസരിച്ച് കൊണ്ടുവരും. ചിലപ്പോൾ നിങ്ങൾക്ക് എംബസി പോകേണ്ടവരായിരിക്കാം, ചിലപ്പോൾ വിസ ഇൻ്റർവ്യൂ ആയിരിക്കാം. ചിലപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും സഞ്ചരിച്ചെത്തും. അത് ഉടമ്പടിയുടെ മാത്രം ഒരു അനുഗ്രഹമാണ്. അതായത് ഞാനീ പറയുന്ന എല്ലാം സാക്ഷ്യം കേട്ടതിന് ശേഷമാണ്. ഒറ്റപ്പെട്ട സാക്ഷ്യമാണ്, ഒരു 5-6 സാക്ഷ്യമാണെങ്കിൽ ദാറ്റ്സ് ഓക്കെ, മേ ബി ആൾക്കാർക്ക് ഒറ്റപ്പെട്ടതായിരിക്കാം. പക്ഷെ അങ്ങനെയല്ല, ഇത് സ്ഥിരമായിട്ട് സഞ്ചാരം നടക്കുന്നുണ്ട്. എവിടെയെല്ലാം ആരെല്ലാം ആത്മാർത്ഥമായിട്ട് അമ്മയെ ഉടമ്പടി പ്രകാരമാണ് ജീവിക്കുന്നു, അവിടെ കൂടെ ആശുപത്രി വരും. ആശുപത്രി വന്നിട്ടും പറയും ഇത് ഒപ്പീനിയനല്ല, ഇത് ഡോക്ടർ ഈ പറയുന്നതല്ല കാര്യം, നീ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കണം. അത് നിൻ്റെ ചെവിയിൽ നിന്ന് പറഞ്ഞു തരും, നീ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കണം. എടുത്തതിന് ശേഷം പിന്നെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. അതെല്ലാം ഈ ആഴ്ചത്തെ സാക്ഷ്യങ്ങളാണ്. അതായത് മാതാവ് സഞ്ചരിക്കുക മാത്രമല്ല, സംസാരിക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസത്തെ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. യാക്കോബ് അപ്പച്ചൻ്റെ സാക്ഷ്യം. അങ്ങേർക്ക് 74 വയസ്സുണ്ട്, ഭാര്യയ്ക്ക് ഉണ്ടാകുന്ന നമുക്ക് 70 വയസ്സ്. ഹാർട്ടിൻ്റെ പ്രശ്നമാണ്, അനങ്ങാൻ പാടില്ല, വീട്ടിൽ കിടപ്പാണ്. അപ്പോൾ വൈഫിൻ്റെ കിടപ്പ് കണ്ടിട്ട് അനങ്ങാൻ പാടില്ലല്ലോ, അതുകൊണ്ട് വൈഫിൻ്റെ കിടപ്പ് കണ്ടിട്ട് അപ്പച്ചൻ ഇവിടെ വന്നു. അങ്ങേർക്ക് കൊണ്ട് 70 വയസ്സ്, കൊല്ലത്തുനിന്ന് വണ്ടി കയറി ഇവിടെ വരണം. അപ്പോൾ എന്നപ്പോൾ കഴിഞ്ഞിട്ട് ഇവിടെ കാര്യങ്ങളൊക്കെ തിരക്കും ഭയങ്കര ബഹളമായത് കാരണം ഓഫീസിൽ ചോദിച്ചു, എൻ്റെ വൈഫിന് അസുഖമാണ് ഹാർട്ടിൻ്റെ. അപ്പോൾ പറഞ്ഞു നിങ്ങൾ ഉടമ്പടി എടുക്കണം, അതിന് അല്ല അച്ഛനെ കാണാൻ പറ്റുമോ? അപ്പോൾ അവർ പറഞ്ഞു അത് ആളെ കൊണ്ടുവന്നാലേ കാണാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആളെ കൊണ്ടുവരാൻ പറ്റിയ കണ്ടീഷനല്ല. അപ്പോൾ അപ്പച്ചൻ പക്ഷേ വയസ്സാണെങ്കിലും ഈ സ്റ്റെയർ കേസൊക്കെ കയറിപ്പോയി പാവപ്പെട്ടവൻ
ഉടമ്പടി ചെയ്യണ കാര്യം ആത്മാർത്ഥമാണ്, അതാണ് സംഭവം. അപ്പോൾ ഉടനെ ഉടമ്പടി എടുത്ത് എന്നൊക്കെയല്ല 3-ാം നില വരെ കയറി പോകണം. ദാറ്റ് മീൻസ് ഉടമ്പടി എടുക്കാൻ ചങ്കൂറ്റമുള്ളവർ മാത്രം എടുത്താൽ മതി എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു നിലപാട്. കാര്യം അല്പം ബുദ്ധിമുട്ടാണ് കണ്ടത്, അപ്പോൾ തന്നെ അവർ വണ്ടി വിട്ട് പോയിക്കോളും. കാരണം ഉടമ്പടി ദൈവത്തോട് ചെയ്യുന്ന വാഗ്ദാനമാണല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഒന്തിവിട്ട പുരുഷോ പോലെ ചെയ്യാൻ പറ്റത്തില്ല. 3.5 മണിക്കൂർ വേണം ഇതിൻ്റെ അകത്ത് ആൾക്കാർ അതിൻ്റെ കൗൺസിലിംഗ് ആയിട്ടും ധ്യാനമായിട്ടും അതുപോലെ തന്നെ അതിൻ്റെ ഓരോ സെക്ഷൻ എടുക്കുന്നത്. അപ്പോൾ ആത്മാർത്ഥമായിട്ട് കമ്മിറ്റ്മെൻ്റ് ഉള്ളവർ മാത്രമേ ഉടമ്പടി എടുക്കത്തുള്ളൂ. അല്ലാതെ കുറച്ച് നോക്കി കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് അവർ പോകും, പിന്നെ വരാമെന്ന് വിചാരിച്ചു വരുമോ. കാര്യം അവിടെ ആ വിഷയം അത്രയും സീരിയസ് അല്ല. പക്ഷേ സീരിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാകും, ഇത് എന്നെ മാതാവാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ദിസ് ഈസ് മൈ ലാസ്റ്റ് അബോർഡ്, അവസാനത്തെ ഒരു സ്ഥലമാണിത്, ഇനി എനിക്ക് വേറെ വഴി പോകാനില്ല, അമ്മയാണ് എന്നെ കൊണ്ടുവന്നതെന്ന് അവർക്ക് ബോധ്യമുള്ളവർ എന്ത് കഷ്ടപ്പാട് ചെയ്തു അത് ചെയ്തിരിക്കും. പക്ഷെ ചെയ്തവരുടെ ഫലമെന്ന് പറയുന്നത് നമുക്ക്, ഞാൻ അച്ഛനായിട്ട് 36 കൊല്ലമായി ഈ ഉടമ്പടി വന്നിട്ട് അതുകൊണ്ട് 2015 അമ്മ ഉടമ്പടി തരണത്. അതിനുശേഷം വന്നിട്ടുള്ള സംഭവങ്ങളെന്ന് വെച്ചാൽ നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ദൈവം ചെയ്യണത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ എല്ലാ വിഷയങ്ങൾക്കും സമാധാനം ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താ കാരണം, ഇത് ഓൺലൈനിൽ കേൾക്കുന്നവരായാലും ശരി, ഇവിടെ ഇരിക്കുന്നവരായാലും ശരി, എന്താ കാര്യം, അല്ലെങ്കിൽ അമ്മ നിങ്ങളെ കൊണ്ടുവരത്തില്ല ഇവിടെ. ഇപ്പം ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ട് വന്ന കാര്യമില്ല, ദൈവമായിരിക്കും അവരിലൂടെ പ്രവർത്തിച്ചിരിക്കണത്. അപ്പം അതുകൊണ്ട് ഈ ഉടമ്പടി ധ്യാനം ഓൺലൈനിൽ കേൾക്കുന്ന ഈ സമയമായാലും ശരി, കർത്താവാണ് നിന്നെ കൊണ്ടുവന്നതെന്നുള്ള ബോധം നിനക്കുണ്ടാവണം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടി ധ്യാനം കൂടാൻ ഭാഗ്യം തന്നതിന് നന്ദി പറയുന്നു. കർത്താവേ, ഈ ഉടമ്പടി ധ്യാനം കൂടുമ്പോഴേ ഞങ്ങളുടെ എല്ലാ ജീവിത മണ്ഡലങ്ങളെയും നീ ഏറ്റെടുക്കുകയും സഞ്ചരിച്ച് ഞങ്ങളുടെ കൂടെ വരികയും ചെയ്യുന്നതിന് നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, എന്താ വിഷയം എന്ന് പറഞ്ഞാൽ, ഈ അപ്പച്ചൻ ഉടമ്പടി വൈഫിന് വേണ്ടിയല്ല ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്നറിയോ, ഇത്രയും പ്രായമായിട്ടും 7 വയസ്സുണ്ടെന്ന് വെച്ചാൽ ആളെ കണ്ടിട്ട് അത്രയ്ക്ക് ഒരു ആരോഗ്യമുള്ള ലക്ഷണമല്ല ഞാൻ TV-യിൽ കണ്ടിട്ട്. പക്ഷേ എങ്കിലും ആ വൈഫിന് വേണ്ടി അങ്ങേര് 74 വയസ്സാൻ പറ്റുള്ള അങ്ങേര് ഇവിടം വരെ വന്ന് കഷ്ടപ്പെട്ട് ഇത് ചെയ്യാൻ ആ വൈഫിനോട് അങ്ങേർക്ക് അത്ര സ്നേഹം തോന്നിയല്ല ഈ പ്രായത്തിലും. സാധാരണ ഈ പ്രായം അത്ര സ്നേഹം തോന്നുന്ന ഒരു പ്രായം അല്ല. അവർക്ക് 70 വയസ്സുണ്ട്, ഇങ്ങനെ 74 വയസ്സുണ്ട്. പഴയെന്ന് വെച്ചാൽ ഇതാണ് യഥാർത്ഥ സ്നേഹമെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ശരീരവും ആരോഗ്യമൊക്കെ ഉണ്ടാകുന്ന, സൗന്ദര്യം ഉണ്ടാകുന്ന സമയത്ത് കാണിക്കുന്ന സ്നേഹങ്ങളൊക്കെ ഒരു പ്രകൃതിപരമായ ജൈവമായിട്ടുള്ള ഒരു ജൈവവാസനകളാണ്. നിങ്ങൾക്കറിയാത്തല്ലാഞ്ഞിട്ടാണ്. നിങ്ങൾ ചെറുപ്പകാലത്ത് കാണിച്ചു കൂട്ടുന്ന എല്ലാ അഭ്യാസങ്ങളും ഒരു ജൈവവാസന, ഒരു മനുഷ്യൻ ഒരു അനിമൽ എന്ന രീതിയിലുള്ള ഒരു ജൈവവാസനയാണ് പകുതി മുക്കാൽ. എല്ലാം അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സർവൈവ്ഡ് ലവ് എന്ന് പറയണത് 60 വയസ്സിന് ശേഷമാണ്. 60 വയസ്സിന് ശേഷവും നിൻ്റെ ജീവിത പങ്കാളിയെ നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ ശരിക്കും ആ കൂദാശയോട് ആഴമായ പ്രതിബദ്ധതയുള്ള ആളാണ്. കാര്യം എന്താണ്, നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുകയല്ലേ ദൈവത്തോട്, കൂദാശ മരണം വരെ ആളെ സ്നേഹിച്ചോളാവുന്ന X for Y for husband അല്ലേ, മരണം വരെ. അപ്പോൾ ദൈവത്തോട് 60 വയസ്സ് കഴിഞ്ഞ് നിൻ്റെ ജീവിത പങ്കാളിയെ നീ ആത്മാർത്ഥമായിട്ട് തന്നെ അവളുടെ കാര്യം അവൻ്റെ കാര്യം അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ നീ കർത്താവിൻ്റെ ഉടമ്പടിയോട് വിശ്വസ്തതയുള്ള ആളാണ്. എനിക്ക് മനസ്സിലായത് യാക്കോബ് അപ്പച്ചൻ ശരിക്കും ഉടമ്പടിയോട്, വിവാഹ ഉടമ്പടിയോട് വിശ്വസ്തതയുള്ള ആളാണ്. അദ്ദേഹം ഈ 74 വയസ്സിൽ ഇതിൻ്റെ മുകളിലെല്ലാം കയറി ഉടമ്പടിയെല്ലാം ചെയ്തിട്ട് വൈഫിനെ കൊണ്ടുവരാൻ പറ്റാത്ത സങ്കടവും മാതാവിനോട് പറഞ്ഞിട്ട് അയാൾ പോകുന്നുണ്ട്. കാര്യം കിടന്നുപോയ ആളാണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഹാർട്ടിൻ്റെ പ്രോബ്ലം കാരണം. പക്ഷെ ചെല്ലുമ്പോൾ ഇവർ എഴുന്നേറ്റിരിക്കുകയില്ലായിരുന്നു, നടക്കണേ. ഇയാൾ കണ്ണ് നിറഞ്ഞു പോയി. ഞാൻ നീ എപ്പോൾ നടന്ന്? അതേ ഒരു സ്ത്രീ വന്നിട്ടേ എന്നോട് ചോദിച്ചു എന്താ കൃപാസനത്തിൽ പോകാഞ്ഞെന്ന്. എന്നിട്ട് എൻ്റെ തലയെ കവിച്ച് പ്രാർത്ഥിച്ചു, എന്നിട്ട് പോയി. അപ്പോൾ ഞാൻ നടന്നെന്ന്. ഇതാണ് സഞ്ചാരി മാതാവെന്ന് പറയണത്. നമുക്ക് കാണാമല്ലോ, നിങ്ങൾ യൂട്യൂബിലുണ്ട് അവരുടെ സാക്ഷ്യം. 74 വയസ്സുള്ളവർ ഭംഗിയായിട്ട് പറയുമോ, ഭംഗിയൊക്കെ വെച്ച് പറയുക ആൾക്കാർ ഇല്ല, അവർ ആത്മാർത്ഥമായിട്ടേ പറയത്തുള്ളൂ. 74 വയസ്സുള്ള അത് ഭാര്യയും ഭർത്താവും കൂടി വന്നെന്നാണ് സാക്ഷ്യം പറയണത്. അതാണ് രസം. ആ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ അച്ഛനെ എന്നെ കാണിക്കാൻ ആളിനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞ സംഭവം. അച്ഛനല്ല ഇവിടുത്തെ കഥാപാത്രം, അമ്മയാണ് കഥാപാത്രം. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കണം. എനിക്ക് അമ്മ എൻ്റെ വീട്ടിൽ വരണം, അമ്മയെ എനിക്ക് കാണണം,
എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് നമ്മൾ ഉടമ്പടി വൃത്തിയും മെനയുമായിട്ട് ചെയ്യും. എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും അത് ചെയ്യൂ. ഇത്രയും ചെയ്യണമല്ലോ, പത്രം കൊടുക്കണമല്ലോ, രോഗികളെ കാണണമല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈശോ പറയുമ്പോൾ അവർ ഉടമ്പടി ചെയ്യാതിരിക്കണതാണ് നല്ലത്. കാര്യം ഉടമ്പടി ചെയ്യുമ്പോൾ ഒരു അഭിഷേകം വരും നമുക്ക്. ഇതൊക്കെ ഇപ്പോൾ എനിക്ക് നിങ്ങളെ ഞാൻ കാണുന്നില്ല, ഒരു ദിവസം 80 പേരൊക്കെ കാണും. അപ്പോൾ 80 പേരെ കാണുമ്പോൾ എനിക്ക് ആന്തരിക അഭിഷേകമുണ്ട്, കാണാനുള്ള കൊതി. അല്ലാതെ നിങ്ങളവർക്ക് ഞാൻ വാരിക്കെട്ടി പ്രാർത്ഥിക്കത്തില്ല. ജസ്റ്റ് ഓക്കെ മോൾ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, പൊയ്ക്കോ എന്ന് പറയും. അത്രേ ഉള്ളൂ, സിമ്പിളാണിത്. അതിനൊരു ആന്തരിക അയ്യോ 80 പേരുണ്ടല്ലോ, ഇനി എപ്പോൾ കാണാൻ പറ്റുമോ, ചോറെപ്പം തിന്നാൻ പറ്റുമോ, വിശക്കണമല്ല എന്നൊക്കെ പറഞ്ഞു. ഇതാണ് പ്രശ്നം. അത് മെക്കാനിക്കലാണ്. നിങ്ങളിവിടെ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ അതിൻ്റെ അർത്ഥം അനോയിൻറ്റിങ് കിട്ടിയിട്ടില്ലെന്നുള്ളതാണ് പ്രശ്നം. ഉടമ്പടി എടുക്കണമെങ്കിൽ ഒരു പ്രീ അനോയിൻറ്റിങ് ആവശ്യമുണ്ട്. അച്ഛൻ നിങ്ങളെ കാണുന്നതിൻ്റെ സന്തോഷത്തോടെയാണ് കാണുന്നത്. എന്ത് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായാലും ജപ്റ്റിന് അടിയാണ് അച്ഛൻ ഇപ്പം പിടിക്കുമെന്ന് പറഞ്ഞാൽ അച്ഛൻ നിൽക്കുമല്ല, നമുക്ക് ആളുണ്ടല്ല പറയാൻ. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയല്ലേ ഉടമ്പടി. ഞങ്ങളെപ്പോഴും കിട്ടിയ ഉടമ്പടി പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമാണ്, അല്ല ഉടമ്പടിയുടെ തന്നതല്ല. അമ്മയുടെ പ്രത്യക്ഷീകരണം അടയാളങ്ങൾ കൊണ്ട് അത് സ്ഥിരീകരിക്കുകയും സഭ ആ അടയാളം കണ്ട് പഠിക്കുകയും അമ്മയുടെ പ്രത്യക്ഷീകരണം സത്യമാണെന്ന് നാളെ പറയുകയും ചെയ്യാൻ വേണ്ടിയാണ് അമ്മ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ആദ്യം തന്ന് അതിൻ്റെ ഭാഗമായിട്ടാണ് ഉടമ്പടി തന്നത്. അപ്പോൾ ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ ഒരു വാക്കുണ്ടായിരുന്നു 2000 എന്താണ്, അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണമേ. അത് ആൾക്കാർ 6 മാസം പ്രാർത്ഥിച്ചപ്പോഴാണ് ആ കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറുന്ന കൃപാവര പദ്ധതിയായിട്ടാണ് ഉടമ്പടി വരണത്. അതുകൊണ്ട് ഉടമ്പടി സാക്ഷ്യങ്ങളെല്ലാം വരണത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതിൽ ഉടമ്പടി എടുക്കുന്ന എല്ലാവരും മനസ്സിൽ പ്രാർത്ഥിക്കണം, അമ്മേ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് എൻ്റെ കുടുംബത്തെ ഉയർത്തണമേ. നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിച്ചേ, അമ്മേ പരിശുദ്ധ അമ്മേ കൃപാസനം മാതാവേ സമയ ഘടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് ദുരന്തമുണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട ദൈവ മനസ്സനുസരിച്ചുകൊണ്ട് എല്ലാ ദുരന്തങ്ങളെയും പ്രാർത്ഥന കൊണ്ട് പ്രതിരോധിക്കാൻ ഉടമ്പടി എടുത്തിരിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനാ ചൈതന്യത്തെ കത്തിക്കണമേ. അഭിഷേകത്തോടെ മുന്നഭിഷേകത്തോടെ ലളിതമായി മനസ്സ് ഭാരപ്പെടാതെ ഉടമ്പടി എടുത്ത് നിറവേറ്റുവാൻ ഉടമ്പടി പ്രവർത്തിച്ചുകൊണ്ട് വിശേഷത്തിന്റെ സാക്ഷിയാകുവാൻ പരിശുദ്ധ അമ്മയെപ്പോലെ യേശുവിനെ സ്വീകരിക്കാൻ യേശുവിനെ ലോകത്തിന് കൊടുക്കുവാൻ ഈ ഉടമ്പടി പ്രകാരം അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ, നല്ലതായിരിക്കും. സഞ്ചാരം പലതരത്തിലുള്ള സഞ്ചാരം ഇല്ലേ. ഇപ്പം നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്നതൊരു സഞ്ചാരമാണല്ലേ, PSC എഴുതാൻ പോകുന്നൊരു സഞ്ചാരമാണ്, കെട്ടൊക്കെ എഴുതാൻ പോകുന്ന സഞ്ചാരമാണ്. എല്ലാം സഞ്ചാരമല്ലേ, സഞ്ചാരമില്ലാത്ത എന്തുണ്ട്, സഞ്ചരിക്കാതെ നിലയിൽ നടക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ സഞ്ചാരമെല്ലാം സമർപ്പിക്കണം. നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾ, ഇപ്പം നഷ്ടപ്പെട്ട പണമായിരിക്കാം, ചിലപ്പോൾ ബാങ്കിലേക്കുള്ള യാത്രയായിരിക്കാം, ചിലപ്പോൾ ദേവാലയത്തിലേക്കുള്ള യാത്രയാണ്. ഏറ്റവും വലിയ പ്രശ്നം വന്നിരിക്കുന്നത് ദേവാലയത്തിലേക്കുള്ള യാത്രയ്ക്കാണ് ഇപ്പോൾ പ്രശ്നം വന്നിരിക്കുന്നത് അല്ലേ. ദേവാലയത്തിലേക്കുള്ള യാത്ര ആൾക്കാർ ഓൺലൈൻ കുർബാന കൂടി ഓൺലൈൻ കുർബാന കൂടി ഇപ്പോഴേ ചിലർ മടിയന്മാരായിട്ടുണ്ട് ഇല്ലേ. നമ്മൾ ഞാൻ ഒരു വീട് സന്ദർശിച്ചപ്പോൾ അവർ ഞായറാഴ്ച സന്ദർശിച്ചപ്പോൾ അവർ കുർബാനയ്ക്ക് പോയിട്ടില്ല. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചപ്പോൾ ഈ കോവിഡ് കഴിഞ്ഞ് പിന്നെ അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല വെച്ചാൽ ഇനി പോകണമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ആ ഉപ്പ് കെട്ടുപോയി, ഉപ്പിൻ്റെ ഉറ, ഭക്തിയുടെ ഉപ്പ് കർത്താവ് പറഞ്ഞില്ലേ, ഉപ്പിൻ്റെ ഉറ കെട്ടുപോകുമെന്ന് പറഞ്ഞില്ലേ. ദൈവത്തോടുള്ള സ്നേഹം ഒരു ഉപ്പാണ്, ദൈവത്തോടുള്ള ഭക്തി ഒരു ഉപ്പാണ്, ദൈവത്തോടുള്ള വിശ്വാസം ഒരു ഉപ്പാണ്. അതിൻ്റെ ഉറ അത് ചെയ്യാതെ ഇരുന്ന് കെട്ടുപോയി. അപ്പം നിങ്ങൾ ഇനി ഒരിക്കലും ധരിക്കരുത്. കാര്യം കുർബാനയെക്കുറിച്ച് ഞാൻ അച്ഛന് പറയാനുള്ളത്, കുർബാനയുടെ ദിവസങ്ങളല്ലേ, കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ച മഹാദിനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോൾ ഓർക്കേണ്ട കാര്യം, ഇനി ഒരിക്കലും നിങ്ങളുടെ തീരുമാനം എടുക്കണം, ഇനി ഒരിക്കലും ഓൺലൈനിൽ കുർബാന കൂടത്തില്ലെന്ന്, TV-യിൽ കുർബാന കൂടത്തില്ലെന്ന്, മൊബൈലിൽ കുർബാന കൂടത്തില്ലെന്ന്. കാര്യം കുർബാന എന്ന് പറയണത് എന്താണ്? ഉടമ്പടിയാണ്. അത് ഉടമ്പടിയാണ്. ഉടമ്പടി എന്താ നമ്മൾ ചെയ്യണത്? എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ അല്ലേ.
അല്ലേ? ഈശോ എന്താ പറഞ്ഞത്? എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഓർമ്മയ്ക്കായി കാണാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ അത് പാപമാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ഒരു പടമാണെങ്കിൽ സിനിമ നമ്മൾ എന്താ ചെയ്യണത്? കാണുകയാണ്. കാര്യം എന്താ? സിനിമ പടമാണ്, പിക്ചറാണ്. കുർബാന പിക്ചറല്ല, പടമല്ല. ഇതെൻ്റെ ഓർമ്മയ്ക്കായി കാണാനാണ് ഈശോ പറഞ്ഞത്? അല്ല, ഓർമ്മയ്ക്കായി ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് 10 കിലോമീറ്ററും 34 കിലോമീറ്ററുമൊക്കെ സഞ്ചരിച്ച് ആൾക്കാർ കുർബാന കൂടാൻ പോകുന്നത് തെക്കേ ഇന്ത്യയിൽ, വടക്കേ ഇന്ത്യയിൽ മിഷണറീസ് വന്ന് പറയും, അച്ഛന്മാർ വന്ന് പറയുമ്പോഴേ, അച്ഛാ 19 കിലോമീറ്റർ സഞ്ചരിച്ചാണ് അവരെൻ്റെ കുർബാനയ്ക്ക് വന്നതെന്ന്. ഇവിടെ മുട്ടിന് ഞാൻ പോയ വീടിൻ്റെ അടുത്താണ് പള്ളി, പക്ഷേ അവർ ഇതുവരെയും കുർബാനയ്ക്ക് പോയില്ല. കാര്യം അതിൻ്റെ ഉപ്പ് കെട്ടുപോയി, അവരുടെ ഉറ കെട്ടുപോയി. ഇതെന്താണെന്ന് വെച്ചാൽ കോവിഡ് വരുത്തിയിട്ടുള്ള ദുരന്തം എന്ന് പറയണത് മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് വിശ്വാസം. കാര്യം വിശ്വാസത്തിനൊരു കുഴപ്പമെന്ന് പറയണത്, വിശ്വാസം പരിശീലിച്ചാൽ മാത്രമേ അത് നിലനിൽക്കത്തുള്ളൂ. അതാണ് എൻ്റെ പ്രശ്നം. വിശ്വാസത്തിനൊരു പ്രശ്നം അതാണ്. അത് ഭാഷ്യം അങ്ങനെയാണല്ലോ. ഇപ്പം നിങ്ങൾ പണ്ട് ബോംബെ താമസിച്ചവരാണ്, ഞാൻ അന്ന് പച്ചവെള്ളം പോലെ ഹിന്ദി പറഞ്ഞിരുന്നതാണെന്നൊക്കെ പറയും. പക്ഷേ ഇപ്പോൾ ബബ്ബ ജബ ജബ എന്ന് പറയും. ഒന്നറിയത്തില്ല. ആ സംഭവമാണ്. ഞാനും ഗ്രീക്ക് പഠിച്ച ഒരു കൊല്ലം, ലാറ്റിൻ പഠിച്ചതാണ് ഒരു കൊല്ലം. പക്ഷേ ഇപ്പോൾ ഇംഗ്ലീഷും മലയാളം മാത്രം അറിയാം. എന്താ കാര്യം? അതാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നതുകൊണ്ട് അതേ മാത്രമേ അറിയാൻ പാടുള്ളൂ. അത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും വിശ്വാസം ഇങ്ങനെയാണ്. നമുക്ക് വിശ്വാസം ഉപയോഗിക്കുന്ന അനുസരിച്ച് മാത്രമേ അത് പ്രാർത്ഥനയായാലും അതിൽ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ളത് മറന്നു പോകും. വിശ്വാസം മറന്നുപോയാൽ ദൈവത്തെ മറന്നു എന്നതിൻ്റെ അർത്ഥം. വിശ്വാസമായിട്ട് ആർക്കും മറക്കാൻ പറ്റത്തില്ല. ദൈവത്തെ മറന്നു പോയെന്നതിൻ്റെ അർത്ഥം. കുർബാനയ്ക്ക് പോകാൻ പറ്റണില്ല, കുടുംബ പ്രാർത്ഥനയ്ക്ക് പഴയതുപോലെ ചെയ്യാൻ പറ്റണില്ല. ദാറ്റ് മീൻസ് കുടുംബ പ്രാർത്ഥന മറന്നു എന്നും പറഞ്ഞ് സംഭവമില്ല. ദൈവത്തെ മറന്നു എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ദൈവത്തെ മറന്നുപോയി, അത് വലിയൊരു അപരാധമാണ്. കാര്യം സ്വന്തം അപ്പനും അമ്മയും മറന്നാലും ദൈവത്തെ മറക്കാൻ പറ്റത്തില്ലല്ലോ. കാര്യം അപ്പനും അമ്മയും 70 വയസ്സാകുമ്പോൾ മരിക്കത്തില്ലേ, അല്ലെങ്കിൽ 80 വയസ്സാകുമ്പോൾ മരിക്കത്തില്ലേ? നിനക്ക് വേണ്ടി ഒരിക്കലും മരിക്കാത്തവൻ, അഥവാ നിന്നെ നിത്യമായി ജീവിപ്പിക്കാൻ വേണ്ടിയല്ലേ അവൻ ക്രൂശ് മരണം പോലും ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പം എങ്ങനെയാണ് അവനെ നീ മറക്കണത്? പ്രാർത്ഥിക്കുക, കർത്താവേ ദൈവമേ, അറിഞ്ഞോ അറിയാതെയോ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ഞാൻ അങ്ങയെ മറന്നു പോയിട്ടുണ്ട്. എന്നെ അപ്പനേക്കാളും അമ്മയെക്കാളും മറക്കാതെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവമേ, നിന്നെ മറന്നു പോയതിലെ ഞാൻ ഖേദിക്കുന്നു. കർത്താവേ, എൻ്റെ സൂക്ഷിച്ചു പോയ വിശ്വാസത്തെ ഈ അവസാന അത്താഴ ബലിയിലെ എൻ്റെ ഹൃദയത്തെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത് ഒരു വാക്കാണ് കർത്താവിൻ്റെ. എല്ലാവരെയും ഊട്ടിക്കൊണ്ട് ഈശോ പറയും, എല്ലാവർക്കും എല്ലാം വിളമ്പിക്കൊടുക്കും. എന്നിട്ട് പത്രോസ് കർത്താവിനോട് ചോദിക്കും, കഴിക്കണില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ഈശോ പറയും, കഴിക്കാം. എപ്പോഴാ? നാളെ ഈ സമയമാകുമ്പോൾ ഞാൻ പിതാവിൻ്റെ മേശയുടെ അടുത്തുണ്ടാകും, പിതാവിൻ്റെ കൂടെ. അപ്പോൾ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഇപ്പോൾ ഞാൻ പാനം ചെയ്യത്തില്ല, അപ്പോൾ നവമായി ഞാൻ പാനം ചെയ്ത് കൊള്ളാം. എന്തോ ഒരു ഉയർപ്പിൻ്റെ എന്തോ ഒരു ബോധത്തോടു കൂടിയാണ് അന്ത്യത്താഴത്തിലെ കുർബാന സ്ഥാപിക്കുന്നത്. കുർബാന ശരിക്കും ഉയർപ്പിൻ്റെ ഒരു ബലിയാണ്, ഉയർപ്പിന് വേണ്ടിയൊരു ബലിയാണ്. അന്ന് ശരിക്കും സാപത്ത് ദിവസമാണ്, ഈശോ പട്ടിണിയാണ്, എല്ലാവരും പട്ടിണിയാണ്, ഉച്ചഭക്ഷണം ഇല്ലാതിരിക്കുകയാണ്. പക്ഷെ വൈകുന്നേരം ഭക്ഷണം തയ്യാറായി ഇവിടെ എല്ലാവരുടെയും കാലെല്ലാം കഴുകി കർത്താവ് അവർക്കെല്ലാം ഭാഗിച്ച് വീതിച്ച് കൊടുത്തിട്ട് പറയും, അവസാനം പറയും, യൂദാസ് ഇറങ്ങിപ്പോയി കഴിയുമ്പോഴാണ് ഈശോ കുർബാന സ്ഥാപിക്കുന്നത്. അതിന് കാരണങ്ങൾ ഈശോ പറയുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന്. അത് നമുക്കിവിടെ ധ്യാന വിഷയമാക്കാൻ കുറേ സമയമെടുക്കും. അതിന് പോയി കഴിയുമ്പോഴാണ് ഈശോ കുർബാന സ്ഥാപിക്കുന്നത്. കുർബാനയ്ക്ക് എപ്പോഴും അശുദ്ധമായ ഹൃദയത്തോടെ അധരത്തോടെ നമുക്ക് കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല എന്നുള്ളത് കുർബാന സ്ഥാപനത്തിൻ്റെ വചനങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാകും. സാത്താൻ പോയി കഴിയുമ്പോൾ
അശുദ്ധനായവൻ പോയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ സാത്താൻ്റെ പിണിയാളായി അവൻ്റെ പ്രേരണകൾക്ക് എതിരെ ഒപ്പം പ്രവർത്തിക്കുന്ന ആ ഒരു മാനസിക അവസ്ഥ ഉള്ളവരെ ആ കുർബാന ടേബിളിൽ നിന്നും പോയി കഴിയുമ്പോഴാണ് കർത്താവ് പറയണത്, ഇപ്പോഴും മനുഷ്യപുത്രൻ മഹത്വപ്പെടും, പിതാവായ ദൈവവും മഹത്വപ്പെടും എന്ന് പറഞ്ഞതിന് ശേഷമാണ് പിന്നീട് കർത്താവ് അപ്പോൾ വീഞ്ഞു വാഴ്ത്തി ഇതെൻ്റെ ശരീരമാണെന്ന് പറഞ്ഞിട്ട് അവർക്ക്, എൻ്റെ രക്തമാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് വാങ്ങി ഭക്ഷിക്കാൻ പറയണത്. അതുകൊണ്ടാണ് ദേവാലയത്തിൽ നമ്മൾ ചെല്ലണമെന്ന് പറയണത്. കാരണം കുർബാന അർപ്പിക്കാൻ ദേവാലയത്തിന് പുറത്ത് അർപ്പിക്കാൻ ശരിക്കും പറഞ്ഞാൽ സഭ അനുവാദം കൊടുക്കരുത്. അതാണ് ഇവിടുത്തെ മെയിൻ സംഭവം. എന്താ കാര്യത്തിൽ പ്രായമുള്ളവരില്ലേ, എന്നുവെച്ചാൽ 90 വയസ്സൊക്കെ ഉള്ള ആൾക്കാരില്ലേ, അവർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യണതേ. അവരെ വെച്ചാൽ അവർ ജീവിതകാലം മുഴുവൻ കുർബാനയുടെ കൂടെ ജീവിച്ച ആൾക്കാരായിരിക്കും. എൻ്റെ പള്ളിയിലൊക്കെ അങ്ങനെ ആൾക്കാരുണ്ടായിട്ടുണ്ട്. ഒറ്റ കുർബാന പോലും മുടക്കാതെ വന്ന് ക്രാസിയെ പിടിച്ച് നിൽക്കാൻ പറ്റണില്ല. ഇപ്പോൾ ആൾക്കാരുടെ ക്രാസിയെ പിടിച്ചെടുത്ത് തൂങ്ങിക്കിട്ട് നിൽക്കും, എന്ന് ആൾക്കാരിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കും. ഈ ആൾക്കാരൊക്കെ കുറച്ച് കഴിയുമ്പോൾ തളർന്ന് വീട്ടിൽ കിടപ്പായി പോകും. അവർക്ക് വേണ്ടിയാണ് ഈ ടി വിയിലൊക്കെ കുർബാന വെച്ചിരിക്കുന്നത്, ആരോഗ്യമുള്ള നമുക്ക് വേണ്ടിയല്ല. അപ്പം അത് മനസ്സിലാക്കണം നമ്മൾ. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും അതായത് കുർബാന എന്ന ഇൻറ്റിമസിയാണ്, കർത്താവുമായിട്ട് നമ്മൾ ചങ്കായി തീരുകയാണ്. ഉടമ്പടിയുടെ ഉദ്ദേശം അതാണല്ലോ. നമ്മുടെ മരിയൻ ഉടമ്പടിയുടെ ഉദ്ദേശവും അതിൻ്റെ ലക്ഷ്യങ്ങളെന്ന് വെച്ചാൽ അത് ഉടമ്പടി കൃത്യമായിട്ട് നിറവേറ്റി കഴിയുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ചങ്കായി മാറും, ഇൻറ്റിമസിയായി മാറും. അതുകൊണ്ടാണ് ഇതിൻ്റെ സ്പീഡ് വർദ്ധിക്കുന്നതിന് ഒരു കാരണം അതാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടി എടുക്കുമ്പോൾ അങ്ങയുടെ നാമത്തിലെ അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി പരിശുദ്ധ അമ്മയെപ്പോലെ വിശ്വസ്തയോടെ ഉടമ്പടി പാലിക്കുവാൻ എന്നെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് അവർ ഉടമ്പടിയോട് കാണിക്കുന്ന അന്ത്യകാലം വരെയുള്ള വിശ്വസ്തതയാണ്. ഇപ്പം നമ്മൾ കുരിശിൻ്റെ വഴിയിൽ പാടത്തില്ലേ, കവിഞ്ഞൊഴുകുന്ന എത്ര 6 സ്വരത്തിൽ പറ, കവിഞ്ഞൊഴുകുന്ന 4 കണ്ണുകൾ, വിങ്ങിപ്പൊട്ടുന്ന അമ്മയും മകനും. അതാണ് സംഭവം. അമ്മയും മകനും സംസാരിക്കുന്നില്ല. അതിപ്പോൾ തുടങ്ങിയല്ല. മറിയത്തിൻ്റെ മൗനമെന്ന് പറയണത് എത്രയോ ആ ഉടമ്പടിയോടുള്ള വിശ്വസ്തതയാണത്. നമ്മളൊരു ഇപ്പം ആബേലച്ചൻ അത് എഴുതിയപ്പോൾ ഒരു വൈകാരികമായിട്ടുള്ള ഒരു സെൻസേഷന് വേണ്ടി എഴുതിയതാണ്. പക്ഷേ അതല്ല വിഷയം. ഈ അമ്മ അങ്ങനെ സംസാരിക്കാറില്ല. അവരിപ്പോഴല്ലല്ലോ സംസാരിക്കാതായത്. അവർ മംഗളവാർത്ത നിമിഷം പോലെ അധികം സംസാരിക്കാറില്ല. മംഗളവാർത്ത, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അതിൻ്റെ ശക്തി നിന്നെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞപ്പോൾ അമ്മ ഉടമ്പടി ചെയ്ത്. അമ്മ എന്താ ഉടമ്പടി ചെയ്തത്? ഇതാ കർത്താവിൻ്റെ ദാസി പറഞ്ഞേ, അങ്ങയുടെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അതാണ് ഉടമ്പടി അമ്മ ചെയ്തത്. അവിടുന്നാണ് ഈ മൗനം വരണത്. കർത്താവിൻ്റെ ഇടപെടലിന് അവസാനം വരെ അമ്മ ബിഹോൾഡ് ദ ഹാൻഡ്മെയ്ഡ് ഓഫ് ദി ലോർഡ് എന്ന് പറഞ്ഞു. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞു. പിന്നെ വീട്ടിൽ പോയി നിന്നില്ല. ഭയങ്കര തർക്കവും ബഹളമൊക്കെ ഉണ്ടാവും. ആൾ പ്രഗ്നൻ്റ് ആയില്ലേ. അപ്പം ഇനി വീട്ടിൽ എത്രയോ നാട്ടുകാരുടെ എത്രയോ ചോദ്യങ്ങളുണ്ടാവും. അപ്പോഴേ അങ്ങനെ ചോദ്യങ്ങളൊക്കെ അതിനൊക്കെ ഉത്തരങ്ങൾ പറഞ്ഞു മനുഷ്യൻ ഉണ്ടാക്കുന്ന ഉയർത്തുന്ന പ്രശ്നങ്ങൾക്ക് മനുഷ്യന്മാരോട് ഉത്തരം പറഞ്ഞ് അങ്ങനെ ജയിച്ചും തോറ്റും നീതീകരിച്ചും അങ്ങനെ ഒരു മരിയൻ ലൈഫില്ല. അതുകൊണ്ട് അമ്മ അവിടുന്ന് അപ്പം തന്നെ സ്കൂട്ടായി. എങ്ങോട്ട് പോയി? എലിസബത്തിൻ്റെ വീട്ടിൽ പോയി. എന്തിനാണ്? പ്രാർത്ഥിക്കാൻ പോയതാണ്. എലിസബത്തുമായിട്ട് അമ്മ എലിസബത്ത് അടയാളമായിട്ട് കാണിച്ചായിരുന്നു. മരി, ഇനി നിനക്ക് റെഫർ ചെയ്യാനുള്ളൊരു റെഫറിങ് പോയിൻ്റ് എലിസബത്താണ്. അവർ പ്രായം കഴിഞ്ഞ ഒരു സ്ത്രീയാണ്, പക്ഷേ ഇപ്പോൾ പ്രഗ്നൻ്റാണ്. നിനക്ക് പോയി അവരെ കാണാമെന്ന് പറഞ്ഞു. അമ്മ അവരെടുത്ത് പോയപ്പോൾ എന്താ സംഭവിച്ചത്? അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവായി. അവിടെ വെച്ച് തന്നെ മറിയം മൗനമായി. ഒറ്റക്കാണ് അവർ പോയിരിക്കുന്നത്. മറിയം അവിടെ വെച്ച് മൗനമായി. ഒരു ദൈവത്തിൻ്റെ തിരുസന്നിധി നമ്മൾ ഉടമ്പടി ചെയ്തു കഴിഞ്ഞാൽ ആദ്യം വേണ്ട ശരീരഭാഷ മൗനമാണ് ശരിക്കും. അല്ലാതെ കലാപ്പിലായെന്നും പറഞ്ഞുകൊണ്ട് ആവശ്യമില്ലാത്തൊക്കെ പോയി തലവെച്ച് കൊടുത്തിട്ട് തല അവിടെ കുരുങ്ങി അവർ തലയിഞ്ഞ് ഒട്ടിക്കൊണ്ട് പോയി. ഇങ്ങനെ അലപരാധിയായിട്ട് ഇനി ജീവിക്കാൻ പറ്റത്തില്ല.
നിങ്ങൾ അത്യാവശ്യം സംസാരിക്കാം. പിന്നെ എന്തെങ്കിലും ഒരു പോരായ്മ വരുമ്പോൾ, ഇപ്പോൾ കുരിശിൻ്റെ വഴിയിൽ നമ്മൾ പറയുന്നത് അമ്മയും മകനും സംസാരിക്കുന്നില്ല. ഇതെപ്പോൾ തുടങ്ങിയാണ് ഈ സംസാരമില്ലാത്തവ? പണ്ട് എവിടെയെല്ലാം അവർക്ക് കുരിശ് അവർ കാണുന്നോ അവിടെയെല്ലാം അവർ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയും. അവരുടെ മൗനത്തിൻ്റെ ആന്തരികത എന്താണ്? ബിഹോൾഡ് ദ ഹാൻഡ്മെയ്ഡ് ഓഫ് ദ ലോർഡ് എന്നാണ്. അവരെന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത്? ഉടമ്പടി ഫോളോ ചെയ്യേണ്ടത് മരിയൻ സ്പിരിച്വാലിറ്റിയാണ്. അതാണ് ഇടിച്ചു കുത്തി പോണതിൻ്റെ കാര്യം. ഇതാണ് ഉടമ്പടി ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കരുത്, ഇത് യുദാസുവിൻ്റെ പെട്ടിക്കൊണ്ടുവന്ന് അപേക്ഷ ഇടിച്ചിറക്കണ പോലുള്ള പരിപാടിയല്ല. മറിച്ച് ഇതിന് ഒരു സാക്ഷിയുണ്ട്, നിൻ്റെ ഉടമ്പടിക്ക് ഒരു മധ്യസ്ഥയുണ്ട്. അത് യേശുവിൻ്റെ അമ്മയായ മറിയം തന്നെയാണ്. അവരുടെ നിലപാടുണ്ട്, അവരുടെ സമീപനമുണ്ട്, അവരുടെ ഒരു എല്ലാ വിഷയത്തോടുമുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. അതാണ് ഉടമ്പടിയുടെ ആധ്യാത്മികത എന്ന് പറയുന്നത്. അതാണ് മരിയ സ്പിരിച്വാലിറ്റി. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, ഉടമ്പടിക്കുന്ന ഞങ്ങളെല്ലാവരെയും ആദ്യം ഉടമ്പടി ദൈവത്തോട് ചെയ്ത യേശുവിനെ ഉദരത്തിൽ സ്വീകരിച്ച ലോകരക്ഷകനായ യേശു ക്രിസ്തുവിന്റെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഉടമ്പടി പെരുമാറ്റങ്ങള്, ഉടമ്പടി സ്വഭാവങ്ങള് ഞങ്ങളുടെ ഹൃദയത്തില് അനുവർത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട്ടെ. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, അങ്ങ് ഞങ്ങളെ ആത്മബന്ധത്തിലെ അഭിഷേകം ചെയ്യണമേ. ഇപ്പം നമ്മൾ അതായത് അമ്മയും മകനും സംസാരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ആന്തരികതമായ മരിയ സ്പിരിച്വാലിറ്റി ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കളുടെയും ഒരു സുവിശേഷവിഹിതമായ ഒരു നിലപാടാണ്. അത് കീപ്പ് ചെയ്തുകൊണ്ട് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. അതുകൊണ്ടാണ് വീട്ടുകാര്യങ്ങളൊക്കെ വിട്ടും വെച്ചിട്ട് മറിയം ഉടനെ എലിസബത്തിനെ കാണാൻ പോയത്. അവിടെ സംഭവിച്ചത് എന്താണ്? അങ്ങനെ ദൈവത്തിന് മാത്രം ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് മറിയം സഞ്ചരിക്കുമ്പോൾ മറിയത്തിൻ്റെ അഭിവാദനം പോലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടാൻ വേണ്ടി മാത്രം അമ്മയെ ആത്മാവിലങ്ങ് ദൈവം ഉയർത്തണത് കാണാം. ഇത് ഉടമ്പടി സംഭവിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, പരിശുദ്ധ അമ്മയെപ്പോലെ ഞങ്ങളെയും ദൈവത്തിൽ മാത്രം ഞങ്ങളെ ആശ്രയിക്കാൻ പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ വചനം അനുസരിച്ചുകൊണ്ട് ഇതാ കർത്താവിന്റെ ദാസൻ, ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് സുവിശേഷത്തിന്റെ സാക്ഷിയായി ജീവിക്കുവാൻ പീഡാനുഭവത്തിന്റെ കുരിശുമരണത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ വലിയ സാക്ഷിയായി ഞങ്ങളെ ഉയർത്താൻ വേണ്ടി ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട്ടെ. കുരിശിനെ കാണുന്നത് നമ്മുടെ വീടുകളിൽ, അതായത് എപ്പോഴും കുരിശ് കാണുമ്പോഴേ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിക്കും. ദിസ് ഈസ് അവർ ലേഡി. ഞാൻ ചില സമയത്ത് ഞാൻ പണ്ട് ഒരു വിവാദ ലേഖനം എഴുതിയായിരുന്നു. എൻ്റെ ആത്മകഥയിൽ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് നമ്മളുടെ ബ്ലോഗിലൊക്കെ ഇട്ടിട്ടുണ്ട്. കഥയല്ല, അതായത് നിത്യസ മാതാവിൻ്റെ ഒരു പിക്ചറാണ്. ഈ പിക്ചറിനെക്കുറിച്ച് എനിക്ക് എപ്പോഴും ഒരു വല്ലാത്ത ഇത് ശരിയല്ല ഈ പിക്ചറെന്ന് എൻ്റെ മനസ്സ് എപ്പോഴും പറയുമായിരുന്നു. ഈ അമ്മയുടെ ജീവിതം കൂടുതൽ സംസ്കരിക്കാൻ നോക്കുമ്പോഴേ എപ്പോഴും ഈ നിത്യസ മാതാവിൻ്റെ നൊവേന പുസ്തകമില്ലേ, അതിൽ എന്താ സംഭവിക്കണം എന്ന് നോക്കിയാൽ നിങ്ങൾ, അതൊരു ബൈസൻ്റെയും പിക്ചറാണ്. ഈ ബൈസൻ്റെയും പിക്ചർ അതിൻ്റെ അകത്ത് 2 ഡയമെൻഷനേ ഉള്ളൂ, 3 ഡയമെൻഷൻ ഇല്ല. 3 ഡയമെൻഷൻ എന്ന് വെച്ചാൽ അത് ഖനമില്ല, പടം ഇത് നീളവും വീതിയും മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള എല്ലാം ഇന്ത്യൻ ആർട്ടെല്ലാം ഇത് 2 ഡയമെൻഷനേ ഉള്ളൂ. അതുകൊണ്ട് അതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം ഈ അമ്മയുടെ കയ്യിൽ, നിത്യസമാധാനൻ്റെ കയ്യിലിരിക്കുന്ന ഉണ്ണിനെ കണ്ടിട്ടില്ലേ? എന്നിട്ട് 2 മാലാഖമാരെ കണ്ടിട്ടില്ലേ? അപ്പുറത്തും ഇപ്പുറത്തും കുരിശ് കാണിക്കണത്, കുരിശും പിടിച്ചുകൊണ്ട് 2 മാലാഖമാർ അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്നില്ലേ? അപ്പോൾ ഉണ്ണിയുടെ കാലിട്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? എന്താ കാര്യം? അതായത് ഉണ്ണി അമ്മയുടെ കയ്യിലിരിക്കുന്ന ഉണ്ണിയെ ഈ മാലാഖ ഇങ്ങനെ കുരിശ് കാണിച്ച് പേടിപ്പിക്കും. കുരിശ് കാണിക്കും,
നമ്മളെ പേടിപ്പിക്കണമെന്ന് പറയുള്ളൂ. കുരിശ് കാണിക്കുമ്പോൾ ഈ കുരിശ് കണ്ട് ഞെട്ടിയിട്ട് ഉണ്ണിയുടെ കാലിലേക്ക് ചെരുപ്പ് പൊട്ടിപ്പോവും. നിങ്ങൾ നിത്യസേവാൻ്റെ പടം കണ്ടാൽ മനസ്സിലാകും. ചെരുപ്പ് പൊട്ടിയിരിക്കുകയും ചെരുപ്പ് പൊട്ടി താഴേക്ക് വീണ് ഇല്ലേ? ഈ പിക്ചറിൻ്റെ അകത്ത് ഇത് ബൈസൻ്റെ ഇത് ശരിക്കും നമ്മുടെ കാത്തലിക് തിയോളജിക്ക് അത്ര യോജിക്കുന്ന പിക്ചറല്ല ഇത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ നമ്മൾ പോലും അമ്മയുടെ അരയിരുന്നിട്ട് നമ്മൾ ഈ ജപ്തി നടപടി വന്നിട്ട് നമ്മുടെ ചെരുപ്പ് പൊട്ടണില്ല ഇല്ലേ? അമ്മയുടെ അരയിലാണ് ഞാൻ ഇരിക്കണം എന്നുള്ള ബോധമുണ്ട് നമുക്ക്. അപ്പോഴാ പിക്ചറിൽ ഈ അനുഭവ ആധ്യാത്മികതയുമായിട്ട് സമാന്തരമായിട്ട് പോകുന്നതാണ്, കൂട്ടിമുട്ടണില്ല അവിടെ. അപ്പം ഞാനിതിനെക്കുറിച്ച് വിമർശിച്ചുകൊണ്ട് ഒരു വലിയ ലേഖനം എഴുതിയിട്ടുണ്ട്. അതിൽ നമ്മുടെ സബ്ജക്റ്റ് അല്ല. എന്നാലും ഞാൻ പറഞ്ഞത് കുരിശ് കാണിച്ചപ്പോൾ ഉണ്ണി പേടിച്ച് ചെരുപ്പ് പൊട്ടിപ്പോയ ഒരു പടമാണ് നമ്മൾ ഡിവോഷനായിട്ട് കൊണ്ടു നടക്കുന്നത്. പക്ഷേ ഈ കുരിശ് ആദ്യം കണ്ടത് ആരാണ്? അമ്മയാണ് ഈ കുരിശ് കണ്ടത്. അമ്മയല്ലേ ഈ കുരിശ് ആദ്യം കണ്ടത്, യേശു അല്ലല്ലോ. അമ്മയാണ് ഈ കുരിശ് കണ്ടത് ആദ്യം. അമ്മയോടല്ലേ എനിക്കും നിനക്കും എന്താണ്, എൻ്റെ സമയം ഇനി സമാഗതമായിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാകും പിതാവിൻ്റെ മനസ്സിലെ സമയം കർത്താവിൻ്റെ കുരിശുമരണത്തിൻ്റെ സമയമാണെന്ന്. അപ്പോഴും കുരിശ് കണ്ടു. പിന്നെ അമ്മ കുരിശ് കാണുന്നത് എപ്പോഴാണ്? അത് വേണ്ടല്ലോ. ഇപ്പം അമ്മയും മകനും സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ? അതാണ് ഇവിടുത്തെ ടോപ്പിക്ക്. അമ്മ സംസാരിക്കാതിരുന്നത് എന്നാണ്? യേശുവിനെ പെറ്റ രാത്രി തന്നെ. യേശുവിനെ പെറ്റ സാഹചര്യം നിങ്ങൾക്കറിയാം. ഒരു കുരിശുമരണത്തിൻ്റെ എല്ലാവിധ പ്രയാസവും ഒരു സ്ത്രീ അനുഭവിച്ച രാത്രിയാണ്. നിറവേറും കൊണ്ട് ചുവന്ന് തെണ്ടികളെപ്പോലെ, കാക്കാശിന് വരുമാനമില്ലാത്ത ആൾക്കാരെ പോലെ, ഒരു വിലയുമില്ലാത്ത നിലയുമില്ലാത്ത ആൾക്കാരെ പോലെ ഓരോ വീടും തെണ്ടി നടന്നില്ലേ? അപ്പോൾ ഈ ഇപ്പം പ്രസവിക്കാൻ പോകുന്ന ഒരു സ്ത്രീയുടെ ദൈന്യത പോലും കാണാൻ ഉള്ള കണ്ണില്ലാത്ത മനുഷ്യരുടെ വഴികളിൽ കൂടി നടന്നത്, അപമാനിതയായി നടന്നത് ആരാണ് നടന്നത്? അമ്മയാണ് നടന്നത്. അന്ന് അമ്മ സംസാരിച്ചില്ല. അമ്മയും മകനും സംസാരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ കുരിശ് കാണുമ്പോൾ അമ്മ എന്ത് ചെയ്തെന്ന് നോക്കിയാൽ മതി. ആ രാത്രി പ്രാകൃതരായ മനുഷ്യർ രാത്രി 2 മണിക്ക് വരുമ്പോഴേ അവരെ കണ്ട് അമ്മ പേടിച്ചില്ല. അവർ പോയി കഴിഞ്ഞപ്പോൾ, ഇടയന്മാർ പോയി കഴിഞ്ഞപ്പോൾ എത്രയോ നല്ല മനുഷ്യർ വീട്ടിൽ പ്രസവിച്ചിരുന്നെങ്കിൽ എത്രയോ നല്ല മനുഷ്യർ ഈ പെറ്റതറിയാൻ വേണ്ടി വന്നേനാവെന്ന് അമ്മ ഓർത്തില്ല. മറിച്ച് ദൈവത്തെക്കുറിച്ചാണ് ഓർത്തത്. എന്താണ്? ഹൃദയത്തെ സംഗ്രഹിച്ചു. അതാണ് മറിയത്തിൻ്റെ മൗനം എന്ന് പറയുന്നത്. അമ്മയും മകനും സംസാരിക്കാതിരുന്നത് കുരിശിൻ്റെ വഴി മാത്രമല്ല, അമ്മയുടെ ജീവിതത്തിലെല്ലാം കുരിശ് കാണുന്ന കാലത്തൊന്നും അമ്മ സംസാരിച്ചിട്ടില്ല മനുഷ്യന്മാരോട്, പക്ഷെ ദൈവത്തോട് സംസാരിച്ചു. അതാണ് മരിയൻ ആധ്യാത്മികത എന്ന് പറയുന്നത്. ഉടമ്പടി ഫോളോ ചെയ്യുന്നത് അതാണ്. നീ ഉടമ്പടി ഇരിക്കുമ്പോൾ തന്നെ, ഞാൻ ഈ ദിവസങ്ങൾ ഇട്ടിരിക്കുന്നതിന് ഇപ്പോഴ് 1,40,000 പേര് ഓൾറെഡി അത് ധ്യാനം കൂടിക്കഴിഞ്ഞ്. കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ ധ്യാനമാണ്. ഇപ്പോഴും 1,40,000 പേര് കൂടി. ആദ്യമായിട്ടാണ് ഒരു ആഴ്ചയിൽ. കുരിശ് കാണുമ്പോൾ മറിയം മൗനമായിരിക്കും. പിന്നെയും കുരിശ് കാണുമ്പോൾ ഞാൻ എന്താ ഇങ്ങനെ പറയണമെന്നറിയാവോ? എന്തെങ്കിലും ഉടമ്പടിയിൽ കർത്താവുമായിട്ട് ഉടമ്പടി ഇരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും, ഇപ്പം നിങ്ങൾ IELTS തന്നെ നിങ്ങൾ ഉടമ്പടി എടുത്തെന്ന് വിചാരിച്ചോ? 10 IELTS തോറ്റ ആൾക്കാർ ഇന്നലെ ഉടമ്പടി എടുത്തിട്ട്, കഴിഞ്ഞ ദിവസം ഉടമ്പടി എടുത്തിട്ട് അവസാനത്തെ IELTS അവർ പാസ്സായി. അവർക്ക് തന്നെ അപ്പം തന്നെ ജോലി സെറ്റ് ചെയ്ത് കിട്ടും. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ ദൈവമായിട്ട് ഉടമ്പടി ഇരിക്കുമ്പോൾ എന്തെങ്കിലും നമ്മൾക്ക് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചാൽ അമ്മയെപ്പോലെ, ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറയുമ്പോഴാണ് ഉടമ്പടി ആക്ടിവേറ്റ് ആകണത്. ഇത് ചാർജ് ചെയ്തുകൊണ്ട് കാര്യമുള്ളൂ. മൊബൈൽ ചാർജ് ചെയ്തുകൊണ്ട് കാര്യമുണ്ടോ? അത് ആക്ടിവേറ്റ് ആകണ്ടേ അല്ലേ? മൊബൈൽ ചാർജ് ചെയ്യണ ഒരു ഫംഗ്ഷനാണ്, അതേസമയം തന്നെ അത് ചാർജ് ആക്ടിവേറ്റ് ആക്കണത് വേറൊരു ഫംഗ്ഷനാണ്. ഉടമ്പടി എടുക്കണതൊരു വിഷയമാണ്, പക്ഷേ ഉടമ്പടി ചാർജ് ചെയ്യണത് വേറൊരു വിഷയമാണ്. എപ്പോഴും ദൈവത്തിൻ്റെ വചനം ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ബോധപൂർവമായിട്ട് പാലിച്ച് സുവിശേഷത്തിന് സാക്ഷിയാകുമ്പോഴാണ് ഉടമ്പടി ചാർജ് ആകണത്. പ്രാർത്ഥിക്കുക, കർത്താവേ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ പരിശുദ്ധ അമ്മയെപ്പോലെ അങ്ങയുടെ വചനം പാലിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറിയത്തിൻ്റെ മാതൃക മാക്സിമം അനുഷ്ഠിക്കുന്നതാണ് പർട്ടിക്കുലർ മധ്യസ്ഥത്തിൻ്റെ വിഷയം. മനസ്സിലായി? യേശുവിൻ്റെ അമ്മ എൻ്റെ അമ്മയെന്ന് പറയണത് ട്രാൻസ്പോർട്ട് ബസ് നമ്മുടെ ബസ് എന്ന് പറഞ്ഞ പോലെ അങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം പേഴ്സണൽ റിലേഷനാണ്. മരിയൻ മാധ്യസ്ഥം നമ്മൾ നമുക്ക് ലഭിക്കുന്നത് മരിയൻ മാതൃകയിലൂടെയാണ്. എഫിക്കസി ഓഫ് മീഡിയേഷൻ, മരിയൻ മീഡിയേഷൻ. ദിസ് ഈസ് മൈ സബ്ജക്റ്റ്.
ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം നിങ്ങളുടെ മരിയൻ മാധ്യസ്ഥത്തിൻ്റെ കാര്യക്ഷമത എന്ന് പറയുന്നത് മരിയൻ മാതൃക അനുഷ്ഠിക്കുന്നത് കൊണ്ടാണ്. മരിയൻ മാതൃക എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സഹന സാഹചര്യങ്ങളോടുള്ള സുവിശേഷവിഹിതമായ സംയമനമാണ് മരിയൻ മാതൃക. അതാണ് മറിയത്തിൻ്റെ മൗനം. അമ്മയും മകനും സംസാരിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ വിഷയം അല്ലേ? അമ്മയും മകനും സംസാരിക്കണില്ലെന്ന് പറഞ്ഞ് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് 5ാം സ്ഥലത്തേക്ക് നമ്മൾ പോകും. ഇതിങ്ങനെ എത്രയോ പ്രാവശ്യം നമ്മൾ കേട്ടിരിക്കണം. അമ്മയും മകനും സംസാരിക്കുന്നില്ല, ഓക്കെ, നമുക്ക് 5ാം സ്ഥലത്തേക്ക് പോകാം. ഇതുപോലുള്ള ആചാര അനുഷ്ഠാനങ്ങൾ അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ ആഭാസത്തരായി പോകും. അപ്പോൾ നിങ്ങളൊരു കാര്യം നിങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ, ഞാൻ കുരിശിന് വഴിക്കെതിരല്ല, പക്ഷേ ആചാരം അനുഷ്ഠിക്കുമ്പോൾ അതിന് അർത്ഥം അറിയണം, അല്ലെങ്കിൽ അത് അനാചാരമായി പോകും. അതുകൊണ്ടാണ് കുരിശിൻ്റെ വഴി അവർക്ക് അനുഭവിക്കാത്ത പറ്റുന്നതിൻ്റെ കാരണം അതാണ്. എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ക്രിസ്ത്യമായ എല്ലാ ആചാരങ്ങൾക്കും അതിൻ്റെ ആഴമായ അർത്ഥങ്ങളുണ്ട്. അത് നമ്മൾ അനുവർത്തിക്കുമ്പോൾ അറിയുമ്പോഴാണ് അതിൻ്റെ അർത്ഥവത്തായി മാറുന്നത്. അപ്പോഴാണ് നമുക്ക് അഭിഷേകം കിട്ടുന്നത്. മറിയത്തിൻ്റെ മൗനം പിന്നെന്താണ്? യേശുവിനെ കാണാതെ പോണ സമയത്തും അമ്മ കുരിശ് കാണും. അമ്മ കണ്ട കുരിശാണ് നമ്മുടെ പ്രശ്നം, യേശു കണ്ട കുരിശല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം എന്താണ്? അമ്മ കണ്ട കുരിശിൻ്റെ വഴി എന്താണത്? യേശുവിനെ കാണാതെ പോയിട്ട് 2 ദിവസത്തെ വഴി പിന്നിട്ടിട്ട് പിന്നെയും കാണാതെ പോയത് അറിഞ്ഞിട്ട് ചങ്കലച്ചുകൊണ്ട് വീണ്ടും വേർത്തൊലിച്ച് തെണ്ടിത്തിരിഞ്ഞ് അവിടെ എത്തിക്കുമ്പോൾ യേശു പറയുന്ന വാക്കാണ് 3ാമത്തെ കുരിശ്, മറിയം കണ്ട കുരിശ്. എന്താണ്? നിങ്ങളെന്താണ് എന്നെ അന്വേഷിച്ചത്? അതാണ് വിഷയം. പിന്നെന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ ഭയപ്രദനായിരിക്കേണ്ടത്. അതിന് അമ്മ സംസാരിച്ചോ? നീ പറഞ്ഞ ഇങ്ങനെ ശരിയായോ? നിൻ്റെ അപ്പനൊരു ഉളിയും കൊട്ടൊടിയും എടുത്ത് പണി ചെയ്യുന്ന ആളാണ്. അയാളുണ്ടാക്കിയ കാശ് ഞാൻ ഇട്ടുകൂട്ടിയാണ് നമ്മൾ ഇത്രയും നാൾ പൈസ വെച്ച് കൂശിട്ട് കൂട്ടിയാണ് ഈ പെരുന്നാളിന് വന്നത്. നിനക്കൊരു വാക്ക് പറയാൻ പാടില്ലായിരുന്നോ? നീ ഇവിടെ നിൽക്കുകയാണെന്ന്. ഞങ്ങളിവിടെ നിന്നേനമല്ലോ. ഇപ്പം നിൻ്റെ അപ്പനും എന്തുമാത്രം കഷ്ടപ്പെട്ടു എന്ന് നമ്മൾ പറഞ്ഞ് യേശുവിനെ അതിന് മറിയം സംസാരിക്കത്തില്ല. അതാണ് വിഷയം. യേശു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറിയം സംസാരിക്കണില്ല. മറിയം ആദ്യം സംസാരിക്കണത്. നിൻ്റെ അപ്പനെന്തുമാത്രം വിഷമിച്ചു എന്ന് മാത്രമേ ചോദിക്കത്തുള്ളൂ, വേറെ ഒന്നും ചോദിക്കത്തില്ല. പക്ഷെ അത് കഴിഞ്ഞാണ് യേശു സംസാരിക്കണത്. മറിയത്തിന് വേണമെങ്കിൽ 2 നീക്ക് സംസാരിക്കാനുള്ള വകുപ്പ് അവിടെ ഉണ്ട്. പക്ഷെ മറിയം സംസാരിക്കത്തില്ല. വീട്ടിൽ പോയി മറിയമെല്ലാം 2:42 എന്താ പറയണത്? മറിയം അപ്പൻ്റെ കാര്യമെന്ന് പറഞ്ഞപ്പോൾ കുരിശാണത്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യമെന്ന് പറഞ്ഞില്ലേ? ഇല്ലേ? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യമെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി അത് കുരിശാണ്. അപ്പൻ്റെ മനസ്സനുസരിച്ച് കൊണ്ട് പാപത്തിന് പരിഹാരമായിട്ട് ദൈവം മനുഷ്യപ്രകൃതിയിൽ വന്നിട്ട് മനുഷ്യപ്രകൃതിയിൽ പാപത്തിന് പരിഹാരം ചെയ്യുന്നത് എന്താണ്? കുരിശാണ്. കുരിശിനെക്കുറിച്ചാണ് കർത്താവ് പറയണത്. മറിയം കണ്ട 3ാമത്തെ കുരിശ് അതാണ്. വചനം എന്താ പറയണത്? ഈ കുരിശ് കണ്ടു അപ്പൻ്റെ കാര്യത്തിൽ, ഞാൻ എൻ്റെ അപ്പൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടവനല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കുരിശിൽ മരിക്കേണ്ടവനല്ലേ അമ്മേ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ കുരിശിൽ മരിക്കേണ്ടവനല്ലേ അമ്മേ, പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടവനല്ലേ അമ്മയെന്ന് പറയുമ്പോഴേ മറിയം അവിടെ വെച്ച് മൗനമാകും. എന്താ മൗനമാകണത്? അവൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുമെന്ന്. ഇതാണ് വിഷയം. എല്ലാ കുരിശുകളും, ജീവിതത്തിലെല്ലാ നഷ്ടങ്ങളും, എല്ലാ കഷ്ടങ്ങളും മറിയത്തിന് മൗനം പാലിക്കാനുള്ള പെരുമാറ്റ ശൈലി മരിയൻ ആധ്യാത്മികതയുടെ അന്തർധാരയായിട്ട് അഭിഷേകം ചെയ്യപ്പെടാൻ വേണ്ടി സ്തുതിക്കട്ടെ. അത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഉടമ്പടിയുടെ കാര്യം ശ്രദ്ധിക്കുമ്പോൾ ഉടമ്പടിയിലൂടെ ദൈവം ഉദ്ദേശിക്കുന്ന വേറെ നിങ്ങളറിയാത്ത ഒരു ആഹാരമുണ്ട്. ഉടമ്പടിയിൽ നിങ്ങൾ എഴുതാത്ത ഒരു അനുഗ്രഹമുണ്ട്. എപ്പോഴും കർത്താവ് ഇടയ്ക്ക് പറയാറുണ്ടോ, നിങ്ങളറിയാത്ത ആഹാരം എനിക്കുണ്ടെന്ന് പറയത്തില്ലേ? അതുപോലെ നിങ്ങൾ എഴുതാത്തൊരു അനുഗ്രഹമുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശക്തീകരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും വലിയ. അതായത് നിങ്ങളെ ദൈവം ഒരു വ്യക്തിക്ക് അവന് അഭിഷേകമായി അവൻ്റെ കൂടെ ആയെന്ന് നമ്മൾ അറിയണത് എങ്ങനെയാണ്? ആ വ്യക്തി അനുഗ്രഹങ്ങൾ പ്രാപിക്കുമ്പോൾ മാത്രമല്ല, ആത്മാവിൽ ശക്തി പ്രാപിക്കുമ്പോഴാണ്. പറഞ്ഞ മനസ്സിലായ? ആത്മാവിൽ ശക്തി പ്രാപിക്കുമ്പോഴേ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചെടുത്തി ഒരു സാക്ഷ്യം പറഞ്ഞു. അവരുടെ 21 വയസ്സായ മകൻ മരിച്ചു വാഹനാപകടത്തിൽ. ഒരു മകനേ ഉണ്ടായിരുന്നുള്ളൂ. 21 വയസ്സായ മകൻ വാഹനാപകടത്തിൽ മരിച്ചു. അവന് ഭയങ്കരമായ പ്രയാസങ്ങൾ ആ ചേച്ചിക്കൊണ്ട് അറിയാവില്ല, ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഒരേ ഒരു മകൻ 21ാമത്തെ വയസ്സിൽ മരിച്ചാലുണ്ടാകുന്ന അമ്മയുടെ ആഘാതം എന്ന് പറയണത്
കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കണ മാതാവിൻ്റെ ആഘാതം പോലുള്ള ആഘാതമാണ് ഇവരങ്ങനെ. പക്ഷേ ഇവർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരോട് ആരോ ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞു. നമ്മുടെ യൂട്യൂബിൽ ആ സാക്ഷ്യം കിടപ്പുണ്ട്. അപ്പോൾ ആ മനസ്സ് തകർന്ന അവർ വന്ന് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തപ്പോഴേ ഇവർ പറയാത്ത ഒരു കാര്യം അമ്മ പറഞ്ഞു. ഉടമ്പടി എടുത്തത് അവരുടെ ആ തകർച്ചയിൽ നിന്ന് അവരൊത്തൊരു മനസ്സിനൊരു മോചനം കിട്ടാൻ വേണ്ടിയാണ് ഒരു ഉടമ്പടി എടുത്തത്. പക്ഷെ ഉടമ്പടി എടുത്ത് അവർ ഇവിടെ വന്ന് അമ്മയുടെ മുഖത്ത് നോക്കിയപ്പോൾ പറഞ്ഞ് നീ ഇനിയും പ്രസവിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് 53 വയസ്സുണ്ട് ഇപ്പോഴേ, ഞാനിനി പ്രസവിച്ച 54 വയസ്സിലല്ലേ, ഞാനിപ്പോൾ 53 വയസ്സിൽ പ്രഗ്നൻ്റ് ആയാൽ ഞാൻ 54 വയസ്സിലല്ലേ പ്രസവിക്കത്തുള്ളൂ. ദാറ്റ് മീൻസ് അറൗണ്ട് 55 വയസ്സ് വരും. അപ്പോഴെന്നാലും അമ്മ പറഞ്ഞത് ഇവൾ മനസ്സിൽ സൂക്ഷിച്ച് അത് കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ പോലെ അതുപോലെ പറഞ്ഞ് അവൾ പോയി. ആ ആഴ്ച അവരൊരു പ്രഗ്നൻ്റായി. അപ്പോൾ എല്ലാവരും പറഞ്ഞത് എന്ത് പരിപാടിയാണ്, ഈ 53 വയസ്സിലൊക്കെ പ്രഗ്നൻ്റായി കഴിഞ്ഞാൽ 55 വയസ്സൊക്കെ പിള്ളേരെ പ്രസവിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് പിള്ളേർക്ക് രോഗമുണ്ടാകും, ആ രോഗമല്ല ഈ ബുദ്ധിമാന്ദ്യം ഉണ്ടാകും, ഓട്ടിസം ഉണ്ടാകും, അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രോം ഉണ്ടാകും. ഇത് ടെർമിനേറ്റ് ചെയ്ത് കളയണമെന്ന് പറയുമ്പോൾ പറഞ്ഞ് കളയത്തില്ല, ഇത് അമ്മ തന്നതാണെന്ന് പറയും. കളയത്തില്ല, അമ്മ തന്നതാണ്, അമ്മ എന്താണ് തന്നത് ഞാൻ വാങ്ങിക്കുമെന്ന് പറയും. അവർ പ്രഗ്നൻ്റായ കൊച്ച് ജനിച്ച് ഒരു ആൺകുട്ടി, സുന്ദരനായ കുട്ടി. അവിടെ എല്ലാ വിഷമതകളും പോകുന്ന രീതിയിൽ കർത്താവ് അമ്മ അവളെ അഭിഷേകം ചെയ്ത്. അത് പക്ഷേ അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നി അത് ഉടമ്പടിയുടെ മാത്രം. എനിക്ക് ഈ ഉടമ്പടിക്ക് ശേഷമാണ് ഇത്രയും വലിയ ഇങ്ങനെയുള്ള രീതിയിലുള്ള മിറക്കൾ, വിചിത്രമായ മിറക്കൾ വരണത്. പണ്ട് ഞാൻ ഉണ്ടായിരുന്ന കാലത്തൊക്കെ ഇതുപോലെയൊക്കെ മിറക്കൾ സംഭവിക്കുന്നതിൽ നമുക്ക് ഞെട്ടിപ്പിക്കുന്ന സാക്ഷ്യങ്ങളില്ല. ഇപ്പോൾ ഉടമ്പടി ഞെട്ടിപ്പിക്കുന്ന സാക്ഷ്യങ്ങളാണ് ശരിക്കും. അതായത് ഒരു വാതിലും അടഞ്ഞിട്ടില്ല, ഒരു വഴിയും അടഞ്ഞിട്ടില്ല, ആർക്കും നിന്നെ തോപ്പിക്കാൻ പറ്റത്തില്ല, ഒന്നിലും നീ തകരത്തില്ല. കാര്യം അമ്മ നിൻ്റെ കൂടെയാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്. കാര്യം അമ്മയാണ് നിൻ്റെ മധ്യസ്ഥ, അമ്മയാണ് ഉടമ്പടിയുടെ നിൻ്റെ മാതൃക. നീ അതനുസരിച്ച് ഫോളോ ചെയ്ത് പോകണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനിടയ്ക്ക് നിങ്ങൾ കുരിശൊക്കെ കണ്ടാലും നിങ്ങൾ പതറരുത്. അയ്യോ ഞാൻ ഉടമ്പടി എടുത്താണല്ലോ എനിക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞോളൂ, നീ പതറരുത്. പറിച്ച് അവിടെ ഉറച്ച് നിൽക്കണം. ഉറച്ച് നിൽക്കുമ്പോഴെന്താ സംഭവിച്ചാൽ ദൈവം ഇതുകൊണ്ട് ഉദ്ദേശിക്കണേ എന്താണെന്ന് വെച്ചാൽ ദൈവത്തിന് ഏത് വിധേനയും നിന്നെ ഹെൽപ്പ് ചെയ്യാമല്ലോ. ഇപ്പം ജപ്തി നടപടി, ഞാൻ എൻ്റെ ഈ ജപ്തി നടപടി പേപ്പർ കൊണ്ടുവരുമ്പോൾ ഞാൻ ചുമ്മാ എന്ന് ചോദിക്കും, വല്ല സ്ഥലവും വിൽക്കാനുണ്ടോ, വല്ലതും പൈസ തരാനുണ്ടോ? എൻ്റെ അച്ഛാ കാലണ തരാനില്ല. അപ്പോഴും ഞാൻ പറയും സാരമില്ല, നമ്മളിത് അമ്മയ്ക്ക് സമർപ്പിക്കേണ്ടത്. കാര്യം ഞാൻ കുറേ ജപ്തി നടപടി കണ്ടിട്ടുള്ളതാണ്. അമ്മ എങ്ങനെയാണ് ഇത് മാറ്റണതെന്ന് നോക്കിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ വന്ന് നിൽക്കുന്നതിന് വരെ നിൽക്കും. മുട്ട നിന്ന് ആ ജപ്തി നടപടി അമ്മയ്ക്ക് ഏൽപ്പിക്കും. എന്നിട്ട് പറയും ഒരു കാശുരയും കൊടുത്ത് വിടും. എന്താ കാര്യം, അമ്മ കൂടെ ഉണ്ടാകും. ഇനി ഈ സാധനം വിറ്റുപോയാലും അമ്മയുടെ റിസ്ക്കാണ് നിനക്ക് പുതിയ വീടും സ്ഥലവും തരേണ്ടത്. അപ്പോൾ നീ അത് ഫോളോ ചെയ്ത് പോകണം. അത് ഫസ്റ്റ് ഫേസിൽ എന്തെങ്കിലും തരത്തിലുള്ള ഈടർ ഉണ്ടായി മൈൻഡ് ചെയ്യരുത്. നീ ഇങ്ങനെ പല ഈടറുകയും മാതാവ് കണ്ടതല്ലേ, ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ. അമ്മയും മകനും സംസാരിക്കാത്ത മറിയത്തിൻ്റെ മൗനം എത്രയോ ഭാഗമായിട്ട് എത്രയോ കാലം അവർ കുരിശിനെ കണ്ടതാണ്. പക്ഷെ അവർ പതറത്തില്ല, അവർ മുന്നോട്ട് തന്നെ പോകും. അതുപോലെ നിങ്ങളും വിശ്വാസത്തിൽ ഉടമ്പടിയുടെ ബലത്തിൽ നിങ്ങൾ മുന്നോട്ട് തന്നെ പോകണം. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രാർത്ഥനകൾ ദൈവം കേൾക്കത്തില്ല. പക്ഷേ എന്താ കാര്യം എന്താ വെച്ചാൽ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ മനസ്സ് ഈ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തന്നതാണ്. പ്രാർത്ഥിച്ചപ്പോൾ തന്നതല്ല, തന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു പോയി, അതാണ് സത്യം. എന്ന് വെച്ചാൽ ഈശോ എന്താ പറഞ്ഞത്, അത്താഴ വരുന്നില്ലേ എന്താ ഈശോ പറയണത്? അതായത് മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഞാനിനി പാനം ചെയ്യുകയില്ല. എന്താ കാര്യം, എൻ്റെ പിതാവിൻ്റെ മേശയിൽ നവമായി പാനം ചെയ്യുന്നത് വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ കുടിക്കുകയില്ല. എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? മുന്തിരിയുടെ ഫലം എന്നറിയാമല്ലോ, വീഞ്ഞാണ്. അത് ഫിസിക്കൽ, നമുക്ക് കനായിലെ കല്യാണത്തിൽ എന്താ സംഭവിക്കണത്, വെള്ളം വീഞ്ഞായി മാറുകയാണ്. ഫിസിക്കൽ ഫേവേഴ്സാണ് മുന്തിരിയുടെ ഫലം എന്ന് പറയുന്നത്. ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ, കാഷ് ആൻഡ് കൈൻഡായിട്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ ഫിസിക്കൽ ഫേവേഴ്സ്, അതിനെ നമ്മൾ ബ്ലെസ്സിങ്സ് എന്ന് പറയും. ഈ കൊടുത്ത പോയിൻറ്റ് കർത്താവുമായിട്ട് ഇടപെടുമ്പോൾ എല്ലാം ബ്ലെസ്സിങ് എന്ന് പറഞ്ഞിരിക്കരുത്. അല്ലാതെ എൻ്റെ അലപ്പിൽ വിളക്കും ഉരക്കണ പോലെ സാത്താമേനെ പോലെ അല്ല ദൈവിക നടപടികൾ. നിങ്ങൾ
ഈശോ ഉദാഹരണത്തിന് നിങ്ങൾ അറിയാത്ത ഒരു ഭക്ഷണം എനിക്കുണ്ട് എന്ന് ഈശോ പറഞ്ഞ ഓർക്കുന്നുണ്ടോ? എപ്പോഴാണ് പറഞ്ഞത്? ഈ സമരിയക്കാരിയുമായിട്ട് ഈശോ സംസാരിച്ചില്ലേ? സമരിയക്കാരിയുമായിട്ട് ഈശോ സംസാരിച്ചിരിക്കുന്ന സമയത്ത് അപ്പോസ്തലന്മാർ ചപ്പാത്തിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് കടയിൽ പോയിട്ട് വരണ ഉച്ചക്ക് വരുന്ന സമയത്ത് ഇവർ സ്ത്രീയുമായിട്ട് സംസാരിക്കുന്നുണ്ട്. സ്ത്രീയുമായിട്ട് സംസാരിക്കുമ്പോൾ 10 ദിവസം ചോദിക്കും, ഗുരു ഭക്ഷണം കഴിച്ചാലും എന്ന് പറയും, അല്ലേ? ഗുരു ഭക്ഷണം കഴിച്ചാൽ. അപ്പോൾ ഈശോ എന്താ പറയണത്? നിങ്ങളറിയാത്ത ഒരു ഭക്ഷണം എനിക്കുണ്ട്. അത് 4:37 അത് അതിമനോഹരമായിട്ട് 4:32 യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് 4:32 നിങ്ങളറിയാത്ത ഒരു ഭക്ഷണം എനിക്കുണ്ട് എന്ന് പറയും. അപ്പോൾ യേശുക്ക് മാത്രമല്ല നമുക്കും ഉണ്ടാവും. പറഞ്ഞ മനസ്സിലായ? നമ്മുടെ ജീവിതത്തിലും നമ്മളറിയാത്ത ഒരു ഭക്ഷണം ഉണ്ടാവും. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലേ? ഇത് ദൈവവചനമാണ്. അതായത് ഈശോയ്ക്ക് 4:32 നിങ്ങൾ അറിയാത്ത ഒരു ഭക്ഷണം എനിക്കുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മളറിയാത്ത ഒരു ഭക്ഷണം ഉണ്ടാകും. അതെന്തായിരിക്കും? അത് 4:34 അത് യോഹന്നാൻ്റെ 4:34 യോഹന്നാൻ 4:34 എന്താണ്? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ആഹാരം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ആഹാരം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മളറിയാത്ത, ഇപ്പം നിങ്ങളൊരു അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇപ്പം ജപ്തി നടപടിക്ക് വേണ്ടി ഞാൻ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, പക്ഷേ വീട് ജപ്തി ചെയ്ത് പോയി. പക്ഷേ ഇവിടെ ഇട്ട് ചെയ്ത് നിങ്ങളും ഭാര്യയും കുഞ്ഞുങ്ങളും ഇറങ്ങി, കണ്ണീരോടെ ഇറങ്ങിയെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഈ ചാപ്റ്റർ ക്ലോസ് ആകത്തില്ല. ഒന്നിറങ്ങിയ നേരം വിളിക്കുമോ? എൻ്റെ അടുത്ത് വന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ഒന്നുമില്ല അച്ഛാ, ഉപ്പ് ചിരട്ടേ ഉള്ളെന്ന്. എന്താ കാര്യം? എനിക്ക് ഒന്നും തരാതെയാണ് ഞങ്ങളെ ഇറക്കി വിട്ടതെന്ന്. കാരണം അമ്മായിയമ്മയും മരുമകളും കൂടി കുടിയുത്തം. അപ്പോൾ അമ്മായിയമ്മ അവിടെ വന്ന കാലത്ത് വെള്ളക്കുഴിയൊക്കെ ഇരുന്ന് അവർ മണ്ണ് ചുവന്നൊക്കെയാണ് ആ സാധനം നിവർത്തിയെടുത്ത് അവിടെ വീടൊക്കെ വെച്ചപ്പോൾ അവിടെ അസ്ഥി കണ്ടിച്ചു പോയി. അപ്പം മരുമകൾ അവർക്കിതൊന്നും അറിയത്തില്ലല്ലോ. അവർ അമ്മായിയമ്മ അവരിത്രയും കഷ്ടപ്പെട്ട വേർപ്പ ചിന്തയെ കാരണം ഇവളുടെ ഒരു കാര്യവും അംഗീകരിക്കത്തില്ല. മര്യാദ കടങ്ങി ഒതുക്കി ഞാൻ ഉണ്ടാക്കി അനുഭവിച്ചൂടെ കിടന്നാൽ മതി എന്നുള്ള നിലപാടാണത്. അങ്ങനെ നിങ്ങൾ നിലപാടൊന്നും എടുക്കരുത് കേട്ടാ. ദൈവത്തെ നിരക്കാത്ത ഒരു നിലപാട് ഉടമ്പടിക്കാലത്ത് എടുക്കരുത്. എന്നാൽ അത് കഴിഞ്ഞ് എടുക്കാവുന്നതല്ല. അപ്പോൾ നിങ്ങളുടെ ഒരു മര്യാദ സമീപനമാണ് അവിടെ വേണ്ടത്. ഇവിടെ നമ്മൾ യുദ്ധമായി, പക്ഷേ ഇനി യുദ്ധമായി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. യുദ്ധം വന്നു പോയാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇറങ്ങാതെ പറ്റത്തില്ല. കാര്യം ഒരിക്കലും ഒരു കുടുംബകലഹം ഒരു വാശിയിലേക്ക് കൊണ്ടുവരുന്ന വെക്കരുത്. വാശിയായ പിന്നെ ഞാനോ നീയോ എന്നുള്ള വിഷയം വരും. അത് പിന്നെ ലോകാരൂപി വന്നിട്ട് ദുഷ്ടാരൂപിയിലേക്ക് പ്രവേശിക്കും. അത് ഇപ്പോൾ ലോകാരൂപിയാണ് തുടങ്ങണമെങ്കിലും അത് പിന്നീട് ദുഷ്ടാരൂപിയായി പോകും. അങ്ങനെ വരുമ്പോൾ കൊല്ലാനും നശിപ്പിക്കാനാണ് കള്ളന് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതം നശിപ്പിച്ച് കളയും. അങ്ങനെയാണ് വിവാഹമോചനങ്ങളൊക്കെ പെട്ടെന്നുണ്ടാകണത്. ഇത് കഥയൊന്നുമില്ല. പക്ഷെ മറിയത്തെപ്പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ പോലെ അവിടുന്ന് തൻ്റെ വിനീതാവസ്ഥ തെക്കൻ പാർത്തു. വിട്ടുകളയാൻ പറയലേ, പല കാര്യങ്ങളും നമ്മൾ ആവശ്യമില്ലാത്ത ഈ ലോകാരൂപിയെ പ്രവേശിപ്പിക്കാതിരിക്കാൻ വേണ്ടി വിട്ടുകളഞ്ഞേക്കണം. മനസ്സിലായില്ലേ? ലോകാരൂപിയെ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി ആരെങ്കിലും ജയിക്കട്ടെ, ഞാൻ തോക്കട്ടെ, കർത്താവ് എന്നെ തോൽപ്പിച്ചാലേ ഞാൻ തോക്കത്തുള്ളൂ എന്നുള്ള ബോധം ഒരു വിശ്വാസിക്കുണ്ടാകണം. അല്ലാതെ അമ്മായിയമ്മ തോൽപ്പിച്ചാൽ ഞാൻ തോക്കും, മരുമകൾ തോൽപ്പിച്ചാൽ ഞാൻ തോക്കും എന്ന് പറയരുത്. അയൽവാസിയെ തോൽപ്പിച്ചാൽ ഞാൻ തോക്കും, അല്ലെങ്കിൽ എൻ്റെ ഓഫീസിലിരിക്കുന്ന ആൾക്കാർ പാരവെപ്പുകാരും തോൽപ്പിച്ചാൽ തോക്കുമെന്ന് പറയരുത്. കർത്താവ് തോൽപ്പിച്ചാലേ ഞാൻ തോക്കത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നീ വിനയത്തോടെ നിൽക്കണം. ഇപ്പം ജപ്തി നടപടി വന്നൊരു കേസാണ് ഞാൻ പറയണത്. നീ വിനയത്തോടെ നിൽക്കണം. അപ്പം ഞാൻ പറഞ്ഞ് നീ വിനയത്തോടെ നിൽക്കൂ. നീ ഇതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഞാനൊരു കാശുരൂപം വ്യഞ്ചരിച്ച് കൊടുത്തു. എന്തിനാണ്? കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാകും. കർത്താവിന് അറിയാത്ത ആഹാരമൊക്കെ ഉണ്ടല്ലോ, നമ്മളറിയാത്ത വഴിയുണ്ടല്ലോ. നിങ്ങളറിയാത്ത ആഹാരമില്ലേ? അതിപ്പോഴും ഓർത്തേക്കണം നിങ്ങൾ. നമ്മളറിയാവുന്ന ആഹാരമല്ല, നമ്മൾ എങ്ങനെ രക്ഷപ്പെടുമെന്ന് നമുക്കറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെയല്ല, ഈ 4:34 അറിയാത്ത ആഹാരം. അതെന്താണ്? പിതാവിൻ്റെ ഇഷ്ടമാണ്. പിതാവിൻ്റെ ഇഷ്ടം അനുസരിച്ച് നീ ജീവിക്കണം. അവൻ പറഞ്ഞതുപോലെ നമ്മൾ ജീവിച്ച് കഴിയുമ്പോൾ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇവരെന്നെ വീട് വെഞ്ചരിക്കാൻ വന്നു. ഞാൻ പറഞ്ഞു, വീട് വെഞ്ചരിപ്പാ, നിനക്ക് സ്ഥലമൊക്കെ എടുത്താ? അച്ഛൻ സ്ഥലവും എടുത്തു, വീടും വെച്ചു. അച്ഛൻ വന്ന് വെഞ്ചരിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ വരുത്തില്ല. നിങ്ങൾ ആദ്യം വികാരിച്ചതിനല്ല എൻ്റെ ചാർജ്. പുള്ളിക്കാരനെ വിളിച്ച് വെഞ്ചരിക്കുക,
ഞാൻ ആ വഴിക്ക് പോണ വശത്ത് കയറിക്കൊള്ളാം എന്ന് പറയും. ഞാൻ ചെന്നപ്പോൾ ഒരു അടിപൊളി സൂപ്പർ വീട്. ആര് കൊടുത്തതാണ്? ദൈവം കൊടുത്തതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഈടറിവിൽ വന്നു പോയല്ലോ, എല്ലാം തകർന്നല്ലോ എന്നൊരിക്കലും പറയത്തില്ല. കാര്യം ദൈവം നിങ്ങളുടെയൊക്കെ പോയാൽ മാത്രമേ നമുക്ക് തകർച്ച ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ ഒരു മകനെ വണ്ടി ഇടിച്ച് മരിച്ച് 21 വയസ്സുകാരന് എല്ലാം തകർന്ന എന്നിട്ട് ഇല്ല. അമ്മച്ച് സാക്ഷ്യം പറയുമ്പോൾ കർത്താവിൻ്റെ വചനത്തിൻ്റെ കൂടെ ഒട്ടി നിന്നതിൽ, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റിയതിൽ, ദൈവത്തിൻ്റെ അറിയാത്ത ആഹാരമാകുന്ന ദൈവത്തിൻ്റെ തിരുമനസ്, അതല്ലേ എന്താണ് യോഹന്നാൻ 4:34 എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ആഹാരമെന്ന്. അപ്പോൾ അതിനെയല്ലേ ഈശോ പറയണത് 15:14 ഉറക്കത്താഴത്തിൽ ഈശോ പറഞ്ഞതല്ലേ, മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് എൻ്റെ പിതാവിൻ്റെ മേശയിൽ നവമായി ഇത് പാനം ചെയ്യുന്നത് വരെ ഞാൻ എൻ്റെ ഈ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ കുടിക്കുകയില്ല. പിതാവിൻ്റെ മേശ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവരാജ്യ മേശ അല്ല, കുരിശാണ് ആ മേശ. മുന്തിരിയുടെ ഫലം എന്ന് പറഞ്ഞാൽ കർത്താവിൻ പീഡാസകരത്തിൻ്റെ വിശുദ്ധ രക്തം ചിന്തനാണ് വിഷയം. അതും പിതാവിൻ്റെ ഇഷ്ടമാണ്. ആ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുമെന്നാണ്. എൻ്റെ ആഹാരം അതാണെന്നാണ് പറയണത്. അതിന് ഈ മർക്കോസിൻ്റെ 4:15 യോഹന്നാൻ്റെ 4:34 ബന്ധം. എന്താണ്? മുന്തിരിയുടെ ഫലം. അപ്പം തന്നെ നമുക്ക് മനസ്സിലാകും ഗത്സേമനിലെ പ്രാർത്ഥന ഫലിക്കത്തില്ലെന്ന്. വ്യക്തമല്ലേ? ഗത്സേമനിലെ പ്രാർത്ഥന സോഹ ഫലിക്കത്തില്ല എന്ന് നമുക്ക് എപ്പോഴും മനസ്സിലാകും. ഈശോയ്ക്ക് മനസ്സിലായി. അതായത് മുന്തിരിയുടെ ഫലം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഫേവേഴ്സാണ്. മുന്തിരിച്ചാറല്ലേ ഈശോയിലെ വെള്ളം വീഞ്ഞാക്കണത്. അപ്പോൾ അതെന്ന് പറയുന്നത് ഭൗതിക അനുഗ്രഹത്തിൻ്റെ അടയാളമാണ്. ഈ ഭൗതിക അനുഗ്രഹം എന്ന് പറയണത്, പിതാവെ സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോഴേ അതൊരു ഭൗതിക അനുഗ്രഹമായിട്ട് യേശുവിൻ്റെ മരണത്തിൽ നിന്നുള്ള വിമോചനമായ ഫിസിക്കൽ ഫേവേഴ്സായ ഭൗതിക അനുഗ്രഹമാണ്. അത് വർക്ക് ചെയ്യത്തില്ലെന്ന് നമുക്ക് കർത്താവ് ഒടുക്കത്തെ അത്താഴത്തിൽ പ്രാർത്ഥനയ്ക്ക് മനസ്സിലാകും. ഈ മുന്തിരിയുടെ ഫലം 14:25 മർക്കോസിൻ്റെ 14:25 ഈ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പിതാവിൻ്റെ മേശയിൽ നവമായി പാനം ചെയ്യുന്നവരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ കുടിക്കുകയില്ല. ദാറ്റ് മീൻസ് അപ്പം തന്നെ മനസ്സിലാകും പിതാവിൻ്റെ ആഹാരമാണ് കഴിക്കാൻ പോകുന്നതെന്ന്. ഇതേതാണ്? ഇത് യോഹന്നാൻ്റെ 4:34. എന്താണ് ഞാൻ 4:34 പറയണത്? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ആഹാരം. അപ്പോൾ ഈ മുന്തിരിയുടെ ഫലം, പിതാവിൻ്റെ മേശയിൽ നിന്ന് കഴിക്കാൻ പോകുന്ന മുന്തിരിയുടെ ഫലം എന്താണ്? പിതാവിൻ്റെ ഇഷ്ടമാണ്. അതെന്താണ്? കുരിശുമരണമാണ്. അപ്പോൾ കുരിശുമരണത്തിന് കർത്താവ് ഒടുക്കത്തെ അത്താഴത്തിൽ വെച്ച് തന്നെ അതിനെ ഈശോ സ്വീകരിക്കുന്നുണ്ട്. കുർബാന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന എല്ലാ ക്ലേശങ്ങളെയും ദൈവനാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കുമ്പോഴാണ് നീ സുവിശേഷത്തിന് സാക്ഷിയാകണത്. കൈയ്യടിച്ച് ഈ പാനപാത്രം നിങ്ങളോടൊത്ത് പാനം ചെയ്യാൻ ഞാൻ എന്തുമാത്രം കൊതിച്ചിരുന്നു എന്ന് ചോദിക്കണേ. എന്താ? അതും അറിയാത്ത ആഹാരമായ പിതാവിൻ്റെ ഇഷ്ടമാണ്. പിതാവിൻ്റെ ഇഷ്ടം ബേസിക്കായിട്ട് എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? യേശുവിനെ കുരിശുമരണത്തിലൂടെ പാപത്തിന് പരിഹാരം ചെയ്യുന്നത് അല്ല, അതൊരു മാർഗമാണ്. കുരിശുമരണം ഒരു ലക്ഷ്യമല്ല, കുരിശുമരണം ഒരു മാർഗമാണ്. എന്താണ് എൻ്റെ ലക്ഷ്യം? എന്താ? ഈ ഓശാന ഞായറാഴ്ചത്തെ നമ്മുടെ വലിയ ജയഘോഷ യാത്ര തൊട്ട് അങ്ങ് ഉയർത്തെഴുന്നേപ്പ് വരെ ഉള്ള എല്ലാ സുവിശേഷ രക്ഷാകര നടപടിക്രമങ്ങളിലെ അതെല്ലാം ഒരു മാർഗങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ അതിനൊരു ലക്ഷ്യമുണ്ട്. കുരിശുമരണം ഒരു ലക്ഷ്യമല്ല, കുരിശുമരണം ഒരു മാർഗമാണ്. എന്താണ് ലക്ഷ്യം? അപ്പോഴ് തിങ്കൾ ചൊവ്വ ബുധൻ തൊട്ടിനി വലിയ ശനിയാഴ്ച വരെ വിശുദ്ധ വാരമാണ്, ഉയർപ്പ് വരെ. അപ്പം അതിൻ്റെ ധ്യാനമാണ് നടക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അന്തർധാരകൾ അറിഞ്ഞില്ലെങ്കിൽ ഇത് ചുമ്മാ ഒരു ആചാരത്തിൻ്റെ എന്തോ ഒരു അനുസ്മരണമായിട്ട് മാറും. അതല്ല വിഷയം. ഈശോ എന്തിനു ക്രൂശിക്കപ്പെട്ടു? ഈശോ എന്തിനു ഗെത്സമനിൽ ചോര ഉയർത്തു? ഈശോ എന്തിനു അന്ത്യത്താഴം സ്ഥാപിച്ചു? ഈശോ എന്തിനു ഓശാന പെരുന്നാൾ നടത്തി? ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എന്തിന് എന്ന് നമ്മൾ അറിയണം. അത് അറിയുമ്പോഴാണ് സുവിശേഷത്തിൻ്റെ രഹസ്യം വരണത്. രക്ഷാകര നടപടിയെന്ന് നമ്മൾ പൊതുവെ പറയും. മനുഷ്യനെ പാപത്തിന് പരിഹാരം, മനുഷ്യപ്രകൃതിയെ മനുഷ്യൻ ചെയ്ത പാപത്തിന് പരിഹാരമായിട്ട് ദൈവം തന്നെ മനുഷ്യപ്രകൃതിയിൽ പരിഹാരം ചെയ്ത നടപടിയിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ, യേശുക്രിസ്തു ഉയർപ്പ് വിശ്വസിക്കുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ ഉയർപ്പ് പങ്കാളികളാകുന്ന ഒരു രക്ഷാകര ആധ്യാത്മിക ക്രമീകരണേക്കാൾ ഉപരി
ഇതിൽ വേറെ ഒരു ആന്തരികമായ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നമ്മുടെ ഉടമ്പടിയുമായിട്ട് ചേർന്ന് പോണതാണ്. അത് നിങ്ങൾ അറിയണം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പിതാവിനെ സ്വതന്ത്രമാക്കുന്നതാണ് എൻ്റെ മെയിൻ ലക്ഷ്യം. പിതാവിനെ സ്വതന്ത്രമാക്കുന്നത് ഈ കൃപാസനത്തിലുള്ളത് ആരാണ്? ഇപ്പോൾ ഹോളി ഓഫ് ഹോളീസിൽ സാന്നിധ്യം നൽകുന്ന പിതാവിൻ്റെ സാന്നിധ്യമാണ്. പിതാവിന് ഇവരെന്നാ ചെയ്തിരിക്കുന്നത്? പിതാവിൻ്റെ സാന്നിധ്യമാണ്. പിതാവിന് ഇവരെന്താ ഈ യഹൂദന്മാരെന്നാ ചെയ്ത്, പിതാവായ ദൈവത്തെ എന്നാ ചെയ്തിരിക്കുന്നത്? അവരവിടെ ഹോളി ഓഫ് ഹോളീസിൽ തന്നെ കർട്ടനിട്ട് മൂടി. പിന്നെ പുറത്തുള്ള ആൾക്കാരും അകത്തോട്ട് നോക്കാതിരിക്കാൻ വേണ്ടി ദേവാലയത്തിൻ്റെ മുന്നിലും കർട്ടനിട്ട് മൂടി. 2 കർട്ടനാണ് ഇവർ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് കാലാന്തരത്തിൽ ദൈവഹിതപ്രകാരം അല്ലാതെ വന്ന സാധനമാണ്. മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു സവർണ മേധാവിത്വത്തിൻ്റെ ഭാഗമായി ഫരിസേയ പൗരോഹിത്യം ഉണ്ടാക്കിയ സാധനമാണിത്. എന്താണ്? ഹോളി ഓഫ് ഹോളീസിൽ ഒരു കർട്ടൻ, അതിനുശേഷം പുറത്തും ദേവാലയത്തിൻ്റെ വാതിക്കൽ ഒരു കർട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനീ കർട്ടൻ ഇട്ടിരിക്കണമെന്ന് അറിയാമോ? സോളമൻ്റെ കാലത്ത് ഈ കർട്ടൻ ഇല്ലായിരുന്നു. സോളമനാണല്ലോ ദേവാലയം പണിതത്. നമ്മൾ കുരിശുമരണവും ദേവാലയവും തമ്മിലാണ് കണക്റ്റഡ് ആയിരിക്കുന്നത്, പിതാവുമായിട്ടാണ് കണക്റ്റഡ് ഇരിക്കുന്നത്. ഇപ്പം തിരിച്ചു വരുമ്പോൾ നമുക്ക് എല്ലാം ഒരുപോലെ മനസ്സിലാകും. സോളമൻ പ്രാർത്ഥിക്കുന്നത്, ദേവാലയം ആശീർവദിക്കുമ്പോൾ സോളമൻ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് രാജാക്കന്മാരാണ്. 1 രാജാക്കന്മാർ 8:41-42 വചനങ്ങൾ. അവിടെ ആർക്കാണ് സ്ഥാനമെന്ന് നമുക്കറിയാൻ പറ്റും. സോളമന് യഹൂദന്മാരെ എല്ലാ കൊച്ചു കുഞ്ഞും കുട്ടി ആബാലവൃത്തം ജനങ്ങളെല്ലാം അവരുടെ ജീവിതവും എല്ലാം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ പരദേശികളെയും വിജാതിരെയും സോളമൻ്റെ അകത്ത് കയറ്റിയിട്ടില്ല ആ ദേവാലയത്തിൽ. അതിന് ഒരാൾ അങ്ങനെ എന്താ അതിന് കൂട്ടത്തിൽ പ്രാർത്ഥിക്കുന്നത് എന്താണ്? സോളമൻ 1 രാജാക്കന്മാർ 8:41 സോളമൻ പ്രാർത്ഥിച്ചു, അങ്ങയുടെ ജനമായ ഇസ്രയേലിൽ പെടാത്ത വിദേശി അങ്ങയുടെ മഹനീയ നാമത്തെ പറ്റി കേട്ട് ഈ ആലയത്തിന് നേരെ തിരിഞ്ഞ് പ്രാർത്ഥിച്ചാൽ അവിടുത്തെ നാമം അറിയാൻ ഈ ആലയത്തെ അങ്ങ് ഞാൻ സമർപ്പിക്കുന്നു. ദാറ്റ് മീൻസ് ഈ പരദേശിക്ക് ഈ ദേവാലയത്തിൽ കയറാൻ അവകാശമില്ല. അതാണ് വിഷയം. അതുകൊണ്ട് പക്ഷേ ഇത് പിന്നീട് വന്ന പ്രവാചകന്മാർ ഇതിൽ തിരുത്തിയിട്ടുണ്ട്. യേശുവിൻ്റെ കുരിശുമരണം എന്തുകൊണ്ടുണ്ടായി? പെട്ടെന്നുണ്ടായി. എന്തിനു വേണ്ടിയാണ് നമ്മൾ പെട്ടെന്നുണ്ടായതിൻ്റെ ഒരു സാഹചര്യം ഈ ദേവാലയത്തിൻ്റെ വിഷയമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സോളമൻ പോലും പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കണത്? പരദേശികൾ, വിദേശികൾ, വിജാതിയരെ അവർ ഈ ആലയത്തെ തിരിഞ്ഞാൽ, എന്നുവെച്ചാൽ വഴിയെ പോകുമ്പോൾ തിരിഞ്ഞു നോക്കിയാൽ അവരുടെ പ്രാർത്ഥന കേൾക്കണം. പക്ഷേ ഇതിനകത്ത് കയറാൻ അവർക്ക് പറ്റത്തില്ല. അതാണ് പ്രശ്നം. ഇതിനകത്ത് കയറി പ്രാർത്ഥിക്കാൻ അവർക്ക് ഇടമില്ല. ഇതിനകത്ത് ആ ദേവാലയത്തിൽ ഇടമില്ല. പക്ഷേ പിന്നീട് വന്നപ്പോൾ ഐസയ എന്താ പറഞ്ഞത്? ഐസയ 56:7 എൻ്റെ ആലയം എല്ലാ ജനതകൾക്കും വിജാതിയർക്കുമുള്ള പ്രാർത്ഥനാലയമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സോളമൻ്റെ ആ നടപടി തെറ്റാണെന്ന് മനസ്സിലായില്ലേ? ഇപ്പോൾ പ്രവാചകന്മാർ അത് ഉടമ്പടിക്കെതിരാണ്, ദൈവത്തോട് ചെയ്ത ഉടമ്പടിക്കെതിരാണ്. കാര്യം ഈ വിദേശികളെയും പരദേശികളെയും വിജാതിയരെയും പുറത്ത് നിർത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ ആലയത്തോട് നോക്കാൻ വേണ്ടി മാത്രമാണ് സോളമൻ പ്രാർത്ഥിച്ചത്. പക്ഷേ ഐസയ വന്നപ്പോൾ ഐസയ തിരുത്തം പറഞ്ഞ് എൻ്റെ ആലയം ഇങ്ങനെ കുറേ ആ വഴിപോക്കന്മാർക്ക് നോക്കിയാൽ മാത്രം പോരാ. ഐസയ 56:7 എൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള എന്നേക്കുമുള്ള പ്രാർത്ഥനാലയമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാർത്ഥനാലയം സോളമൻ്റെ കാലം കഴിഞ്ഞപ്പോൾ പ്രവാചകന്മാർ ഒറ്റയ്ക്ക് ചെന്ന് ഇത് പറഞ്ഞാൽ ഏക്കത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്ത് പട്ടണത്തിലുള്ള മുഴുവൻ ജനങ്ങളെ കൂട്ടി. ഒറ്റക്കല്ല പോയത്, ഫിസിക്കൽ ഫോഴ്സാണത്. ശരിക്കും ലാസറിനെ ഉയർപ്പിച്ചിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടില്ല. ജനം യേശുവിനെ കണ്ടപ്പോൾ ഇളകി വശായി. ആ ഉയർത്തെഴുപ്പ് അതാണ് ഉത്ഥാനത്തിൻ്റെ ഭൗതിക ശക്തി എന്ന് പറയണത്. ഉത്ഥാനത്തിൻ്റെ ഭൗതിക ശക്തി അനീതിയെ തട്ടിത്തകർപ്പിക്കാനുള്ളതാണ്. ഉത്ഥാനം ചെയ്തെന്ന് പറഞ്ഞ് വീടിൻ്റെ അളയക്കാർക്ക് കുത്തിയിരിക്കരുത്. നമ്മൾ കുറുക്കന്മാരൊന്നുമല്ല, ക്രിസ്ത്യാനികളാണ്. ശ്രദ്ധിക്കട്ടെ.
മർക്കോസിൻ്റെ സുവിശേഷം 14:2 വചനമുണ്ട്. കയഫാസും അന്നാസും കർത്താവിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചപ്പോഴേ ഇവന്മാർ തമ്മിൽ പറഞ്ഞ വാക്കുണ്ട്, നമ്മൾ തിരുനാളിനെ കൈവെക്കരുത്, കാരണം ജനം നമ്മളെ കൈവെക്കും. അതാണ് മർക്കോസ് 14:2. അപ്പം ജനം ഒരു ശക്തിയാണ്. ജനത്തിനെ ഇവർക്ക് പേടിയുമാണ്. ജനത്തെ നിർത്തിക്കൊണ്ട് കർത്താവിനെ കൈവെക്കാൻ പറ്റത്തുമില്ല. ജനകീയമായ ശക്തിയാണ്. ഉത്ഥാനത്തിൻ്റെ ശക്തി എന്ന് പറയണത് അതിൻ്റെ ഭൗതികമായ ലെവലിൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന അനീതിക്കെതിരെയുള്ള ഒരു തച്ചുടക്കലായിട്ടാണ് വരുന്നത് ഉത്ഥാനത്തിൻ്റെ ശക്തി. ഉത്ഥാനത്തിൻ്റെ ശക്തിക്ക് 2 മാനങ്ങളുണ്ട്. ഒന്ന്, ഉത്ഥാന ശക്തി നിത്യതയും നമുക്ക് പിതാവിൻ്റെ ഭവനത്തിൽ താമസിക്കാനുള്ള നിത്യമഹത്വത്തിൻ്റെ ശക്തിയാണ്. അതനുസരിച്ച് സുവിശേഷത്തിൻ്റെ കർത്താവിന് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സാക്ഷി. പക്ഷേ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സാക്ഷി എന്ന് പറയണത് ഇപ്പം തന്നെ ദേവാലയം, അവൻ ദേവാലയം ലക്ഷ്യമാക്കിയാണ് മൂവ് ചെയ്യണത്. ജനക്കൂട്ടത്തിൻ്റെ അകമ്പടിയോടുകൂടി ജനം ഒലിവിലകളൊക്കെ എടുത്ത് കഴുതപ്പുറത്ത് രാജാവായിട്ട് അധികാരിയായിട്ടാണ് അവൻ വരണത്. അവൻ അധികാരിയായിട്ട് വരുമ്പോൾ അവൻ പെട്ടെന്ന് പട്ടണം ഇളകി വശായി ജനം ഒറ്റക്കെട്ടായി അവൻ്റെ കൂടെ അങ്ങോട്ട് കൂടിക്കഴിയുമ്പോൾ അവൻ്റെ ലക്ഷ്യം എന്താണ്? ദേവാലയത്തിൽ ഐസയായുടെ കാലത്തുള്ള സ്റ്റേജ് റീഇൻസ്റ്റേറ്റ് ചെയ്യണം. എൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞു ഐസയ 56:7 പറഞ്ഞിരിക്കുന്നത്. ആ ലക്ഷ്യമാണ് ദേവാലയത്തെ എല്ലാ ജനതകൾക്കും വേണ്ടി തുറന്നു കൊടുക്കാൻ വേണ്ടി അവൻ ഈ ജനക്കൂട്ടത്തിൻ്റെ അകമ്പടി, ഇത് ഫിസിക്കൽ ഫോഴ്സാണ് ശരിക്കും. യോഹന്നാൻ 2:15 പറയണത് അവൻ ചമ്മട്ടി ഉണ്ടാക്കിയെന്നാണ് പറയണത്. ചമ്മട്ടി ഉണ്ടാക്കിയ ഈ ജനശക്തി ആവസിച്ചിട്ട് സമാഹരിച്ചിട്ട് അവൻ തന്നെ അവിടെ കിടന്ന് ഏതോ ആടിനൊക്കെ തട്ടുപറിക്കുന്നുണ്ടല്ലോ. ആദ്യം ചെയ്തത് ആടിനെ അഴിച്ചു വിട്ട് അതിൻ്റെ കഴുത്തെ കിടന്ന കയറാണ് എടുത്ത് അടുവൻ ചമ്മട്ടി ഉണ്ടാക്കണത്. കാളയെ അഴിച്ചുവിട്ട് മൃഗം വിൽപ്പനയ്ക്ക് വേണ്ടി കെട്ടിയിരുന്ന സംഭവങ്ങളെല്ലാം അവൻ അഴിച്ചു വിട്ടിട്ട് അതിൻ്റെ കഴുത്തെ കെട്ടിയിരുന്ന കയറെടുത്തിട്ട് ഇവൻ ചമ്മട്ടി ഉണ്ടാക്കി ശിഷ്യന്മാർ ഉണ്ടാക്കി കൊടുത്തതല്ല, ഇവൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ആരും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. എൻ്റെ അടുത്ത് യോഹന്നാൻ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ സാരം വെച്ചാൽ ശിഷ്യന്മാർ ഉണ്ടാക്കി കൊടുക്കണം, എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയായിരുന്നു. ലാസറിൻ്റെ കല്ലെടുത്ത് മാറ്റിയത് ശിഷ്യന്മാരായിരുന്നു, അല്ലേ? കഴുതയെ കൊണ്ടുവന്നത് ശിഷ്യന്മാരാണ്, പക്ഷേ ചമ്മട്ടി ഉണ്ടാക്കിയത് അവൻ തന്നെയാണ്. അപ്പം തന്നെ മനസ്സിലാക്കാം ഇത് ലക്ഷ്യം വേറെയാണെന്ന്. അതായത് പിതാവിൻ്റെ ഭവനമാണ് വിഷയം. പിതാവിൻ്റെ ഭവനം എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ മാത്രം കുത്തകയായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരവിടെ നിന്ന് അകറ്റിക്കളഞ്ഞ് എൻ്റെ ആലയം എല്ലാ ജനതകൾക്കും വേണ്ടി തുറന്നു കൊടുക്കാൻ വേണ്ടിയാണ് അവൻ ഈ ഫിസിക്കൽ ഫോഴ്സ് ഉപയോഗിക്കുന്നത്, ജനകീയ ശക്തി ഉപയോഗിക്കുന്നത്. ഇത് ഉത്ഥാനത്തിൽ ലാസറിൻ്റെ ഉത്ഥാനം കഴിഞ്ഞ് വന്ന വരവാണ്. ഉത്ഥാനത്തിൻ്റെ ഭൗതികമായ ഒരു രാഷ്ട്രീയ മുന്നേറ്റമാണ് ഇതിൻ്റെ അകത്തുള്ളത്. ശരിക്കും കർത്താവ് പാപം ചെയ്തിട്ടില്ല, പക്ഷെ അതേസമയം തന്നെ ദൈവമാണെന്നും പറഞ്ഞതിന് ശേഷം നമ്മളൊക്കെ ചെയ്യുന്ന പോലെ ഏതെങ്കിലും മൂലക്ക് കുത്തിയിരുന്ന് അയ്യോ ഞാൻ പോകത്തില്ല, ഞാനതിൻ്റെ അകത്ത് ഇടപെടത്തില്ല, നമ്മളായി നമ്മുടെ വയറായി നമ്മുടെ ദൈവമായി നമ്മുടെ കാര്യം അതായത് വിശ്വാസം എന്തുമാത്രമേ എല്ലാം പ്രയോഗ തലത്തിലെ ശരിക്കും അപസുവിശേഷവൽക്കരണമായിപ്പോയി. ഒരു ആചാര അനുഷ്ഠാനത്തിൻ്റെ മാത്രം ഒരു അഭ്യാസ രൂപമായി മതം ഒരു അപസുവിശേഷത്തിൻ്റെ ഒരു സാമൂഹ്യ രൂപമായി മാറി. ഇതിനെതിരെയാണ് ശരിക്കും പറഞ്ഞാൽ ഉത്ഥാനത്തിൻ്റെ ശക്തി പ്രവർത്തിക്കേണ്ടത്. നിങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കണം, ഞാൻ ഇറങ്ങി പ്രവർത്തിക്കണം. കാരണം എനിക്ക് 4 കേസാണ് മറ്റുണ്ട്. ഹൈക്കോടതി ഒരു കേസുണ്ടായിരുന്നു, അത് ജസ്റ്റ് തീർന്നേ ഉള്ളൂ. സുപ്രീം കോടതി അവിടെ നമ്മുടെ ജില്ലാ കോടതി 2 കേസുണ്ടായിരുന്നു, ഒരെണ്ണം ഇപ്പം തീർന്നു. കളക്ടറേറ്റ് ഉപരോധിച്ചുണ്ടാക്കിയതാണ്. കാര്യം ഒരു സമൂഹത്തിൽ അനീതി നടക്കുന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനു വേണ്ടി നമ്മൾ നിലനിൽക്കുന്നത് ഉത്ഥാനത്തിൻ്റെ ശക്തിയാണ്. എനിക്ക് സുഖമാണ് കുർബാന ചൊല്ലിക്കൊണ്ടകത്തിരിക്കാനും പത്രമെടുത്ത് വായിക്കാനൊക്കെ സുഖമാണ്, ഒരു കുഴപ്പമില്ല. സുഖമുള്ള ഒരു ക്രിസ്ത്യാനിറ്റി ഉണ്ടാക്കി നമ്മൾ എടുക്കുകയാണ്. ക്രിസ്ത്യാനിറ്റി സുഖമുള്ളതല്ല. ക്രിസ്ത്യാനിറ്റി ഉത്ഥാനത്തിൻ്റെ സൗഖ്യമാണ് എന്നുള്ളത്, ഉത്ഥാനത്തിൻ്റെ ശക്തി. ഞാൻ അങ്ങനെ നീതീകരിച്ച് സംസാരിക്കുകയല്ല, പക്ഷേ സഭ ഈ വിഷയത്തിലെ ഒരു സാമൂഹ്യ വിഷയങ്ങളിലെല്ലാം സുവിശേഷത്തിൻ്റെ ഒരു നിലപാടുണ്ട്. അവനാരെയും തല്ലിയൊന്നുമില്ല കേട്ടോ, നിങ്ങൾ തല്ലിയൊന്നും ചിത്രീകരിക്കണ്ട. അവൻ ചമ്മട്ടി ഉണ്ടാക്കി ആടുകളെ നാണയമാറ്റക്കാരെ തട്ടിമറിച്ചു, എടുത്തുകൊണ്ട് പോകാം. ആടുകളും പ്രാവ് വിൽപ്പന പറഞ്ഞ് എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. എന്നിട്ടാണ് അവൻ പറഞ്ഞത് എൻ്റെ പിതാവിൻ്റെ ഭവനം നിങ്ങൾ യു മേക്ക് ഇറ്റ് എ ഡെൻ ഓഫ്
അതായത് റോബേഴ്സ് എന്നാ പറഞ്ഞത്. അത് ജെറമിയായുടെ വചനമാണ്. ജെറമിയ 7:11 വചനമാണ്. നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ ഭവനം കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി. ദാറ്റ് മീൻസ് പ്രവാചകൻ ജെറമിയായി ഉണ്ട് ഇതിൻ്റെ 7:11. ഐസയ മാത്രമല്ല, യേശു പ്രവാചകന്മാരുടെ പൂർത്തീകരണമാണ്. ഇങ്ങനെ ഐസയായും മിക്കായും സഖറിയായും ജെറമിയായും എല്ലാവരും ഇങ്ങനെ നിറഞ്ഞ് യേശുവിൽ നിൽക്കുന്ന ഒരു സമയമാണ്, പ്രവാചകൻ്റെ പൂർത്തീകരണമായിട്ട്. എന്നിട്ടാണ് പറയണത്, എൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കി. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഹെറോദേസ് നമ്മുടെ സോളമൻ്റെ ദേവാലയത്തിൽ വിജാതിയർക്ക് സ്ഥാനമില്ലായിരുന്നു. അതിനുശേഷം ആണ് ഐസയായും ജെറമിയായും വന്നിട്ട് പറഞ്ഞത്, ഇതിങ്ങനെയല്ല ദേവാലയം പണിയേണ്ടത്. ഈ ദേവാലയം എല്ലാ ജനതകൾക്കും ഇതിൻ്റെ അകത്ത് സ്ഥാനം ഉണ്ടാകണം. അവർക്കെല്ലാം കൂടി ഒരു ദൈവമേ ഉള്ളൂ. യഹൂദൻ്റെ ദൈവമായിട്ട് ദൈവം അതിനെ മൊണോപ്പൊളിയായിട്ട് ചെയ്യരുതെന്ന് പറഞ്ഞ്. അത് ജെറമിയയുടെ കാലം വന്നപ്പോൾ ഐസയുടെ കാലത്തേക്കാൾ ഗതികേട് വന്നായിരുന്നു. അതായത് ദേവാലയത്തിൽ ഇവർ കച്ചവടങ്ങൾ തുടങ്ങി. അതുകൊണ്ടാണ് റോബറി എന്ന് പറയുന്നത്, ഡെന്നസ് റോബേഴ്സ് എന്ന് പറയുന്നത്. ദേവാലയത്തിൻ്റെ നേവിലെ അവർ കച്ചവടങ്ങൾ തുടങ്ങി. അതിനെതിരെ ജെറമിയ സംസാരിച്ചായിരുന്നു. അപ്പോൾ ഇവർ ജെറമിയായൊക്കെ സംസാരിച്ചെങ്കിലും അവർക്കാർക്കും ഇത് വന്ന് തല്ലി ഇവരെ പുറത്താക്കാൻ പറ്റിയില്ല. കാര്യം അവർക്ക് ജനക്കൂട്ടത്തിൻ്റെ അകമ്പടിയില്ലായിരുന്നു. യേശു വന്നപ്പോൾ യേശുവിൻ്റെ കൂടെ ജനക്കൂട്ടത്തിൻ്റെ അകമ്പടി വന്നത് ലാസറിൻ്റെ ഉത്ഥാനത്തിൻ്റെ ശക്തിയിലാണ് ഫിസിക്കൽ ഫോഴ്സ് ഉണ്ടായത്. എപ്പോഴും നമ്മൾ ഫിസിക്കൽ ഫോഴ്സ് ഉപയോഗിക്കാം, പക്ഷേ ഉത്ഥാനത്തിൻ്റെ ശക്തി വേണം. ലാസറിനെ ഉയർപ്പി സഭയ്ക്കുമായാലും ഉത്ഥാനത്തിൻ്റെ ശക്തി വേണം. ജെറമിയായ്ക്ക് വേണമെങ്കിൽ ദേവാലയത്തിൽ ക്ലെൻസ് ചെയ്യാമായിരുന്നു. അദ്ദേഹം അത് ഡെൻ ഓഫ് റോബേഴ്സ് എന്ന് പറഞ്ഞതാണ്. ഐസയായ്ക്കും ദേവാലയം ക്ലെൻസ് ചെയ്യാമായിരുന്നു, പക്ഷെ അവർക്കാർക്കും ജനകീയ ശക്തി ഇല്ലായിരുന്നു. യേശുവിന് ശക്തി ഉണ്ടായത് ലാസറിൻ്റെ ഉത്ഥാനത്തോടുകൂടി വന്നിട്ടുള്ള ജനകീയമായിട്ടുള്ള സമാഹരണമാണ്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഈ ഓശാനയുടെ അവസാനം സംഭവിക്കുന്ന വിഷയങ്ങൾ എന്താണ്? നാണയമാറ്റക്കാരാണ്. അതായത് ഇസ്രയേലിൻ്റെ പുറത്തുള്ള ആൾക്കാരുടെ നാണയം, റോമക്കാരുടെ നാണയം അല്ലെങ്കിൽ പേർഷ്യക്കാരുടെ നാണയം ഇവിടെ കൊണ്ടുവരുമ്പോൾ അതിനകത്ത് അവിടെ തലയൊക്കെ ഉള്ള കാരണം, രൂപമുള്ള കാരണം, അത് വിഗ്രഹാരാധന കാരണം ശരിക്കും ഇതിനകത്ത് ഇടാൻ പറ്റത്തില്ല യഹൂദൻ്റെ വിശ്വാസം അനുസരിച്ച്. അതുകൊണ്ട് ആ നാണയത്തിന് മാറ്റി കൊടുത്തിട്ട് ഇസ്രയേൽ നാണയം ഇടാൻ പറയും. പക്ഷേ അപ്പോൾ കമ്മീഷനുണ്ട്. കമ്മീഷൻ ഒരു ഭയങ്കര കമ്മീഷനാണ്, നല്ല കമ്മീഷനാണ്. അതുപോലെ ലെവയ പുസ്തകം അനുസരിച്ച് ആടിനെയൊക്കെ എല്ലാം ഊനമറ്റായിരിക്കണം. 16:8 ഉണ്ടത്. ഊനമറ്റതായിരിക്കണം, ചട്ടക്കാലം ഉണ്ടാകരുത്, കോങ്കണ്ണെന്നുണ്ട്, അത് കൊമ്പൊടിഞ്ഞാകരുത്. അതുകൊണ്ട് ഊനമറ്റ ആടിനെ വേണം. അപ്പോൾ ആടിനെ നമ്മൾ കൊണ്ടുവന്ന ആടിനെ ഇവർ സ്വീകരിക്കത്തില്ല. അവർ വേറെ ആടിനെ അവിടെ കൊടുക്കും. ദേവാലയത്തിൽ നിന്ന് ലക്ഷണമൊത്ത ആടിനെ കൊടുക്കുമ്പോൾ പക്ഷേ അവർ പറയുന്ന വിലയാണ്. അപ്പോൾ ആട് കച്ചവടത്തിൽ അവർക്കൊരു കമ്മീഷനുണ്ട്, ദേവാലയത്തിന് അകത്തൊരു വേറെ ലാഭമുണ്ട്. ഇതെല്ലാം അന്നാസം കയ്യാപ്പാസം കൂടി പങ്കിട്ടെടുക്കുന്നതാണ്. അപ്പോൾ ദേവാലയം പുരോഹിതന്മാർ തന്നെ ഇതിൻ്റെ അകത്ത് ആട് കച്ചവടം നാണയ കച്ചവടമൊക്കെ തുടങ്ങിയപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ ഹെറോദസിൻ്റെ ദേവാലയം 37 കൊല്ലം, യേശുവിന് 37 കൊല്ലം മുമ്പ് സോളമൻ്റെ ദേവാലയം ഇടിച്ചു പൊളിച്ച് കളഞ്ഞായിരുന്നു. യേശുവിന് 37 കൊല്ലം മുമ്പ്. എന്നിട്ട് ഹെറോദസ് ദേവാലയം പണിത്. അതിനകത്ത് കോർട്ട് ഓഫ് ജെൻഡേഴ്സ് ഉണ്ട്. അതിനകത്ത് വിജാതിയുടെ സ്ഥലമുണ്ട്. പക്ഷേ ഈ വിജാതിയുടെ സ്ഥലമാണ് അന്നാസം കയ്യപ്പാസം കയ്യേറിയത്, ആട് വിൽപ്പനയും നാണയം മാറ്റം തുടങ്ങിയത്. ആ വിജാതിയുടെ സ്ഥലം വിമോചിപ്പിച്ചുകൊണ്ട് എൻ്റെ ആലയം, അതാണ് ഈശോ പറഞ്ഞത്, എൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള ആലയം എന്നറിയപ്പെടും, നിങ്ങളത് കള്ളന്മാരുടെ ഗുഹയാക്കിയെന്ന്. ഈ ഒരു വിഷയമാണ് പെട്ടെന്ന് കുരിശുമരണത്തിലേക്ക് വരാനുണ്ടായിരുന്ന സാഹചര്യം. അതായത് സമൂഹത്തിലെ ദൈവത്തിനെ എല്ലാവർക്കും വേണ്ടി കർത്താവ് സ്വതന്ത്രമാക്കി. അതാണ് വിഷയം. അതാണ് കുരിശുമരണത്തിൻ്റെ ലക്ഷ്യം. അതാണ് കുരിശുമരണത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയണത്. ശരിക്കും പറഞ്ഞാൽ ഇതിലൂടെ കാര്യം നമുക്കറിയാമല്ലോ, 14:2 അതായത് ഫിസിക്കൽ ഫോഴ്സ് ഉൾപ്പെടെ യേശുവിൻ്റെ അധീനത്തിലായിപ്പോയായിരുന്നു. എല്ലാ ആത്മീയ ശക്തി മാത്രമല്ല, ജനകീയ ശക്തിയും രാഷ്ട്രീയ ശക്തിയുമെല്ലാം യേശുവിൻ്റെ കീഴിലായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ടാണ് യേശു തന്നെ ഈ പിതാവിനെ സമർപ്പിക്കുന്നത്. അതാണ് കുരിശുമരണത്തിൻ്റെ ലക്ഷ്യം. നമ്മളത് വായിക്കുന്നത്, ദൈവം സമസ്തവും അധീനമാക്കി തൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു.
സമസ്തം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഫിസിക്കൽ ഫോഴ്സ് ഉണ്ട്. ഫിസിക്കൽ ഫോഴ്സ് ജനകീയ ശക്തി കൂടി ഉണ്ട്. അതാണ് സമസ്തം എന്ന് പറയണത്. അതായത് 1 കൊറിന്ത്യസ് 15:27 ദൈവം ഏറ്റു പറഞ്ഞ ദൈവം സമസ്തവും അധീനമാക്കി തന്റെ പാദത്തിന്റെ കീഴിലാക്കിയിരിക്കുന്നു. എന്നാൽ സമസ്തം അധീനമാക്കി എന്ന് പറയുമ്പോൾ അവ അധീനമാക്കിയവനൊഴികെ എന്നത് സ്പഷ്ടം. സമസ്തവും അവിടത്തേക്ക് അധീനമായി കഴിയുമ്പോൾ സമസ്തവും തനിക്ക് അധീനമാക്കിയവന് പുത്രനെ തന്നെയും അധീനനാകും. ഇത് ദൈവം എല്ലാവർക്കും എല്ലാമാകാൻ വേണ്ടിയാണ്. ഇത് സെക്കൻഡ് പരീക്ഷയിൽ സംഭവിക്കുന്നതാണ്, നിത്യതയിൽ സംഭവിക്കുന്ന കാര്യമാണ്. പിതാവിന് സമസ്തവും യേശു ക്രിസ്തുരാജ തിരുനാളിൽ നമ്മൾ ഇതാണ് വായിക്കുന്നത്. പക്ഷേ ഇപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റായിട്ട് ദൈവം സമസ്തവും ഈ ഫിസിക്കൽ ഫോഴ്സ് ഉൾപ്പെടെ ജനകീയ ശക്തി ഉൾപ്പെടെ യേശുവിൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കുമ്പോൾ ഈ സമസ്തവും യേശു തന്നെയും കുരിശിലെ ഈ ശക്തി ഉൾപ്പെടെ പിതാവിന് സമർപ്പിക്കും. എന്തിനു വേണ്ടിയാണ്? ദൈവം എല്ലാവർക്കും എല്ലാം ആകാൻ വേണ്ടിയാണ്. കുരിശുമരണത്തിൻ്റെ ലക്ഷ്യം അതാണ്. അവനെ നോക്കുന്നവരെ പ്രകാശിതരാകും. അവനെ നോക്കുന്നവർ പ്രകാശിതരാകും. ആര് നോക്കിയാലും, ക്രിസ്ത്യാനി നോക്കിയാൽ പ്രകാശിതരാകുമെന്നല്ല, അവനെ നോക്കുന്നവരെ ദൈവം എല്ലാവർക്കും ആകാൻ വേണ്ടിയാണ് കർത്താവിൻ്റെ കുരിശ് മരണം. അതിന് മുമ്പുള്ള ജനകീയ ശക്തി സമാഹരണം പോലും അവിടെ നടക്കുന്നുണ്ട്. എല്ലാം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായോ? എന്ന് വെച്ചാൽ യേശു എല്ലാമാണ്, എല്ലാവർക്കുമാണ്. അതുപോലെ തന്നെ ആണ് 1 കൊറിന്ത്യസ് 15:27-28 ദൈവം എല്ലാമാണ്, എല്ലാവർക്കുമാണ്. ഉടമ്പടി ചെയ്യുമ്പോൾ നിനക്ക് സംഭവിക്കുന്നത് എന്താണ്? നീ ഏത് ജാതിപ്പെട്ട ആളായാലും, ഇപ്പം മുസ്ലിംസ് ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഹിന്ദുസ് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞാൻ ജാതിയും മതമൊന്നും പറയുന്ന കാര്യമില്ല. മനുഷ്യൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നുള്ളൂ. മനുഷ്യന്മാർ ആരെല്ലാം ഉടമ്പടി എടുത്തോ ദൈവം എല്ലാവർക്കും എല്ലാമാണെന്നാണ് 1 കൊറിന്ത്യസ് 15:27. അങ്ങനെ ദൈവം എല്ലാവർക്കും എല്ലാം ആകാൻ വേണ്ടിയാണ് അവൻ ക്രൂശിക്കപ്പെട്ടതും പിതാവിനെ നമുക്ക് സമർപ്പിച്ചതും. അതിൻ്റെ ഭാഗമായിട്ടാണ് ദേവാലയത്തിൻ്റെ തിരശ്ശീല കീറിക്കളയണത്. അപ്പോൾ സോളമൻ്റെ കാലത്ത് പുറത്തു നിന്ന ആൾക്കാർ യേശുവിൻ്റെ ഈ പീഡാസഹനത്ത് പാപത്തിന് പരിഹാരം ചെയ്തതോടുകൂടി അത് എല്ലാവരുടെയും പാപത്തിനാണ്, ക്രിസ്ത്യാനിയുടെ പാപത്തിന് വേണ്ടി മാത്രമല്ല, മനുഷ്യപ്രകൃതിക്ക് മുഴുവനുള്ള പരിഹാരമായി എന്നേക്കുമായി അവൻ പരിഹാരം ചെയ്ത് കഴിയുമ്പോൾ എല്ലാവർക്കും ദൈവം എല്ലാമായി തീരുകയാണ് യേശുവിൻ്റെ പുനരുത്ഥാനത്തിലൂടെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കർത്താവിനെ സ്തുതിക്കട്ടെ. അതിശക്തമായിട്ട് കർത്താവിനെ വിളിച്ചപേക്ഷിക്കട്ടെ. ഇതാ കർത്താവായ ഈശോ ആശീർവദിക്കാൻ പോവുകയാണ്. വിശുദ്ധ വാരത്തില് ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെ വലിയ നിമിഷങ്ങളിലേക്ക് കടക്കുന്ന ഈ പുണ്യ ദിനത്തില് കർത്താവിത ആശീർവദിക്കുകയാണ്. പരിശുദ്ധയമ്മ അങ്ങനെ ഇഷ്ടപ്പോൾ നിറവേറട്ടെന്ന് പറഞ്ഞ ഉടമ്പടിയിൽ പൂർണ്ണതയായിരുന്ന പോലെ മോളെ ഉടമ്പടി എടുത്ത മക്കളെ, നൈറ്റ് ക്യാൻഡിൽ പ്രയറിട്ട് പ്രാർത്ഥിക്കുന്ന മക്കളെ, തീർത്ഥാടന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെ ഇതാ ഈശോ തൊടുകയാണ്. അവിടുത്തെ സാന്നിധ്യങ്ങൾ നിറയ്ക്കുക. മാരക രോഗികളായിട്ടുള്ളവര് അനേകായിരങ്ങള് ബഹുമാനപ്പെട്ട ജോസഫച്ചന്റെ ദൈവ ശുശ്രൂഷ സ്വീകരിച്ച് കടന്നുപോയിട്ടുള്ള മക്കള്, അവരെ ഈശോ ഇതാ ഇപ്പോൾ അഭിഷേകം ചെയ്യുകയാണ്. ഉടമ്പടിയിൽ വിശ്വസ്തരായിരുന്നു കൊണ്ട് വിശ്വാസത്തോടുകൂടി വ്യഞ്ചരിച്ച ഉടമ്പടി നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ച് ആത്മാവിൽ ശക്തി പ്രാപിക്കുന്നവരെ കർത്താവിതാ വിളിക്കുകയാണ്. അമ്മ പ്രത്യക്ഷധാരയിലെ സ്ഥിര സാക്ഷിയായിട്ട് ഉയർത്താൻ കർത്താവെ പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണം തിരുസഭ അധികാരത്തോട് ഉപയോഗിക്കാൻ കർത്താവിന്റെ ചൈതന്യം തിരുസഭയിൽ നിറയട്ടെ. കർത്താവിന്റെ ചൈതന്യ അഭിഷേകമാകട്ടെ. മേൽക്കുമേൽ കൃപയായി കർത്താവെ കൃപാസന സ്ഥാപന ഇറക്കിങ് അഭിഷേകത്തിന്റെ നിറവിൽ നിൽക്കണമേ. കർത്താവ് എല്ലാ ദൈവമക്കളെയും ആശീർവദിക്കണമേ. കർത്താവെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ
ഇപ്പോൾ നമ്മൾ അറിയിപ്പിലേക്ക് കടക്കുകയാണ്. ഉടമ്പടി എടുക്കുവാൻ